ഹലോ ഗായ്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക് ആണ്. അതിന്റെ പേരാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഓക്കെ, സോ എന്റെ പേര് കിരൺ. നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? എന്നാ മാറത്ത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് LDC, 10th മെയിൻ, CPO, WCPO, ഫയർ ഫോഴ്സ്, സെയിൽസ് അസിസ്റ്റന്റ്, എല്ലാ 10th 12 എക്സാംസ് എല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എക്കണോമിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. എക്കണോമിക്സിന്റെ സിലബസ് നമുക്ക് ഇപ്പൊ ഒരുവിധം എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. വളരെയധികം സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതും അസേർഷൻ റീസൺ ടൈപ്പിൽ വരുന്നതും പുതിയ പുതിയ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വളരെയധികം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും ഇല്ല. ഇവിടെ ഒരു 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉണ്ട്: പഞ്ചവത്സര പദ്ധതി, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഹരിത വിപ്ലവം. ഈ 3 ടോപ്പിക്സ് ആണ് നമുക്ക് ഇപ്പോ PSC പറയുന്ന രീതിയിലുള്ള 6 ലെവലിലുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഭാഗങ്ങളായിട്ടുള്ളത്. ഓക്കെ, ഈ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ഇന്ത്യൻ സാമ്പത്തിക രംഗം, ഓക്കെ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഫാക്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഒരു എക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 പോർഷൻസ് ആണ്: ഒന്ന് പഞ്ചവത്സര പദ്ധതി, 2 നവസാമ്പത്തിക പരിഷ്കാരം, 3ാമത്തെ ഹരിത വിപ്ലവം. ഓക്കെ, അതൊരു നവസാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ പാറ്റേണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് 6 ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. അതായത് ഇപ്പൊ ഒരു പുതിയ PSC മോഡലിൽ നമുക്ക് 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫാക്ട് ആണ്. 4 ഓപ്ഷൻ തരും, അതൊന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാം. രണ്ടാമത്തെ പറഞ്ഞാൽ ചേരുംപടി ചേർക്കലാണ്, മാച്ച് ദ ഫോളോയിങ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ടൈം ലൈൻ ആണ്. ആരോഹണ അവരോഹണ ക്രമത്തിൽ എഴുതുക, സംഭവങ്ങൾ കാലഘട്ടം എന്നുണ്ടാവും. നാലാമത്തെ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന 1ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 6ാമത്തെ എന്ന് പറയുന്നത് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2024 സമയത്ത് PSC ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡലാണത്. ഓക്കെ, സോ ഇതൊന്നും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഈ സോഴ്സ് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് SCERT ബുക്കാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, വേറെ ഒന്നും നമ്മൾ അതിൽ സോഴ്സ് ആയിട്ട് എടുക്കാൻ പോകുന്നില്ല, വേറെ ഒന്നും നമ്മൾ അത് പഠിക്കാൻ പോകുന്നില്ല. SCERT ബുക്കിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നു പഠിക്കാൻ വേണ്ടി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നവസാമ്പത്തിക പരിഷ്കാരത്തിലെ ഫാക്ട്സ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 3 കാര്യമാണ്. ഒന്ന്, നവസാമ്പത്തിക പരിഷ്കാരത്തിന് LPG എന്ന് വിളിക്കാൻ പറ്റും: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, ഇത് വന്ന വർഷം എന്ന് പറയുന്നത് 1991 ആണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നവസാമ്പത്തിക പരിഷ്കാരം വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. ഇന്ത്യൻ ധനമന്ത്രി എന്ന് പറയുന്നത് ഇപ്പൊ അന്തരിച്ച നമ്മുടെ മൻമോഹൻ സിംഗ് അവറുകളായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 3 ഫാക്ട് കിട്ടി കഴിഞ്ഞു. ഓക്കെ, ഇതൊന്നും ഞാൻ പറയാൻ പോകുന്ന ഫാക്ടിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഞാനൊരു സ്റ്റോറിയാണ് പറയുന്നത്. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കഥയാണ് പറയുക. എന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് ഈ ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം, കൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, കഥ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കഥയുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാലോ എന്തെങ്കിലും കോൺസെൻട്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാലോ എന്ത് ചെയ്യും, കഥയിൽ നിന്ന് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ക്ലാസ് കാണാം. വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഒരു വർഷം കൂടി കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 കാലഘട്ടങ്ങളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ടോപ്പിക് എന്തായിരുന്നു? അവിടുത്തെ നവ സാമ്പത്തിക പരിഷ്കാരം. നവം എന്ന് വെച്ചാൽ എന്താ? പുതിയത്. സാമ്പത്തിക പരിഷ്കാരം എന്ന് വെച്ചാൽ എന്താ? സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുക എന്നാണ് അതിന്റെ ബേസിക് ആയിട്ട് ഉദ്ദേശിച്ചത്. പുതിയത് എന്ന് പറഞ്ഞാൽ ഒരു 2025 നിൽക്കുന്ന നിങ്ങൾ ഏത് വർഷത്തെയാണ് പുതിയതെന്ന് ഉദ്ദേശിക്കുക? 2025 അല്ലേ? iPhone 16 വന്നു കഴിഞ്ഞാൽ iPhone 15 എന്തായി?
പുതിയതായി പഴയതായി. ഐഫോൺ 17 വന്നു കഴിഞ്ഞാൽ ഐഫോൺ 16 എന്തായി പഴയതായി. എല്ലാം പുതിയ പുതിയ മോഡൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലെ? അപ്പൊ നവസാമ്പത്തിക പരിഷ്കാരം വന്ന വർഷമാണ് 1991 എന്നാണ് ഞാൻ പറഞ്ഞത്. 90s കിഡ്സ് ആണോ പുതിയത്, അതോ ജെൻസി ആണോ പുതിയത്? ജെൻസി അല്ലേ? ഓക്കെ. അപ്പൊ ഏറ്റവും പുതിയതിന് ഏറ്റവും ലേറ്റസ്റ്റിനല്ലേ നവം എന്ന് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1991 നടന്നത് എപ്പോഴും ഏതോ ഒരു കാലഘട്ടത്തിൽ 91 90 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷത്തോളമായി? 25 വർഷത്തോളമായി. ഓക്കെ അല്ല? ആ സംഭവത്തെ നമ്മൾ നവം എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ ബേസിക് ആയ കൺസെപ്റ്റ്? ആ കൺസെപ്റ്റ് ഒന്നേ ഉള്ളൂ. ലേറ്റസ്റ്റ് ആയ എന്താണോ അതാണ് കറണ്ട് അഫെയർ. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് കറണ്ട് അഫെയർ. എവറസ്റ്റിന്റെ ഉയരം എത്രയാ? 8843 അല്ലെങ്കിൽ 8800 മീറ്റർ ആണെന്ന് പറയും. ഓക്കെ അല്ലെ? 2025 2024 23 മറ്റോ ഒക്കെ അല്ലെ നമ്മളോട് പറഞ്ഞു ഒരു 0.13 എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതുവരെയും കറണ്ട് അഫെയർ എന്തായിരുന്നു? ആ 8843 അല്ലെങ്കിൽ അത് എത്രയാണെന്ന് വെച്ചാൽ അതായിരുന്നു. ഓക്കെ. എപ്പോഴാണോ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയത് അതുവരെ അത് എന്താണ്? കറണ്ട് ആണ്, പുതിയതാണ്. പുതിയ ഇൻഫർമേഷൻ എന്ത് തന്നെയാ? ആ സംഭവം തന്നെയാണ്. ഇപ്പൊ എന്തിനാ സാർ ആവശ്യമില്ലാതെ എവറസ്റ്റ് കാര്യമൊക്കെ പറയുന്നത്? അതായത് ഇന്ത്യയുടെ സമ്പദ്ഘടന നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം. അപ്പൊ നെഹ്റുജി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആ കാലഘട്ടം. അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം. മൂന്നാമത്തെ നരസിംഹറാവുവിന്റെ കാലഘട്ടം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങളൊന്നും വലിയ രീതിയിൽ വന്നിട്ടില്ല. എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ അത് മുഴുവൻ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യുഗത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് 91 ശേഷം നമുക്ക് വലിയൊരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ചേഞ്ച് കാണില്ല. സോ ചേഞ്ചേ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. ചേഞ്ചേ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്താ, ഒരു വലിയ മാറ്റം കാണുന്നില്ല. ഓക്കെ. അപ്പൊ നവസാമ്പത്തിക പരിഷ്കാരമാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അവസാനത്തെ ഘട്ടം. അതിനുശേഷം ഒരു വലിയ സമ്പദ്ഘടനയിൽ മാറ്റം ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ബേസിക് ആയിട്ട് 1947 മുതൽ 2025 വരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 2025 വരെ ആണെങ്കിൽ ആ കാലഘട്ടങ്ങളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം, രണ്ടാമത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം, മൂന്നാമത്തെ നരസിംഹറാവുവിന്റെ കാലഘട്ടം. ഈ 3 കാലഘട്ടങ്ങളിലും എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ആർക്ക്? സമ്പദ് വ്യവസ്ഥയ്ക്ക്. നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സ് അല്ലേ അത്. അപ്പൊ ആർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും? സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ഏറ്റവും അവസാനമായി സമ്പദ്ഘടന നമ്മൾ മാറ്റിയത് ആരുടെ കാലഘട്ടത്തിലാണ്? നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ്. ആ സമ്പദ്ഘടനയെ മാറ്റിയ ആ സംവിധാനത്തിന്റെ പേരെന്താ? നവസാമ്പത്തിക പരിഷ്കാരം വന്ന വർഷം എപ്പോഴാണ്? 1991. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെ യുഗത്തിലേക്ക് പോവാണ്. ഓക്കെ. അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കി. ആക്ച്വലി നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എക്കണോമി. ഓക്കെ. എന്ന് വെച്ചാൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ സമ്പദ്ഘടന എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സർ അങ്ങനെ പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ, ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങുന്ന സമയത്ത് ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമ്പദ്ഘടനയിൽ ഉണ്ടായിരുന്നത്. സാർ കുറെ നേരമായി സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറയുന്നു. എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞുതരാമോ? ഓക്കെ അല്ലേ? നമുക്ക് 2 കാര്യം പറയാനേ. ഒന്നിന്റെ പേരാണ് സോഷ്യലിസം, ഒന്നിന്റെ പേരാണ് കമ്മ്യൂണിസം. സാർ ഇത് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും. ഞാൻ ബേസിക് ആയ 2 കാര്യങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പോ ഇത് യൂട്യൂബിലൂടെ കാണുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുണ്ടാവും. കറക്റ്റ്. നിങ്ങൾ പലരും ഫോണിലായിരിക്കും കാണുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലെല്ലാം ഒരേ തരത്തിലുള്ള ഫോണാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അല്ല എന്ന് പറയും. അപ്പൊ എന്റെ ചോദ്യം, കൺസെപ്റ്റ് നമ്പർ 1, ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസം ആണ് ഇന്ത്യയിൽ എന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ? നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരേ തരത്തിലുള്ള ഫോണേ ഉണ്ടാവും. ആ ഫോണിന്റെ കളർ സെയിം ആയിരിക്കും, ആ ഫോണിന്റെ ഫീച്ചേഴ്സ് സെയിം ആയിരിക്കും, ആ ഫോണിന്റെ വില സെയിം ആയിരിക്കും, ആ ഫോണിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഒരു ഫോണിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ ഐഫോൺ ഉള്ളവർ കുറച്ച് മുകളിലുള്ളവരും, വിവോ ഒപ്പോ ഉള്ളവർ കുറച്ച് താഴെയുള്ളവരും, പഴയ നോക്കിയ ഫോൺ ഉള്ളവർ അതിനേക്കാളും താഴെയുള്ളവരുമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കമ്മ്യൂണിസം വന്നാൽ ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ എന്തായിരിക്കും? സെയിം ലെവൽ ഫോൺ ആയിരിക്കും ഉണ്ടാവും.
ഒരേ വില, ഒരേ കളർ, ഒരേ ക്വാളിറ്റി, ഒരേ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? ആ മൊത്തം സെയിം ആയിരിക്കും. ഇതിന്റെ പേരാണ് കമ്മ്യൂണിസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പോകുന്നു? സോഷ്യലിസം എന്താന്നുള്ളത് നോക്കാം. സോഷ്യലിസത്തിൽ നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, വീട്, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നൽകും. ഓക്കെ. പഠിക്കാൻ ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാ? ഉണ്ട്. ഓക്കെ. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാ? ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചേ. അപ്പൊ നിങ്ങള് നന്നായിട്ട് പഠിച്ചു. നിങ്ങൾ കുറച്ചുപേര് എന്തായി IIT ക്ലിയർ ചെയ്ത് ഗൂഗിളിലെത്തി. അപ്പൊ നിങ്ങളൊരു ഫോൺ വാങ്ങി. ഈ ഫോൺ എന്താണ്? ഗൂഗിളിന്റെ സ്വന്തം ഫോണാണ്. വില എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയുടെ വലിയ ഫോണാണ് വാങ്ങിയത്. നിങ്ങൾ കുറച്ചുപേര് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിട്ട് TCS-ലും വിപ്രോയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഫോൺ വാങ്ങി. ഐഫോൺ ആണ്, 1.5 ലക്ഷം രൂപ വിലയുണ്ട്. എന്താ സാംസങ്ങിന്റെ S24 ആണ്, 1.25 ലക്ഷം രൂപ വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഫോൺ വാങ്ങി. ഞാൻ പഠിച്ചേ ഇല്ല. ഞാൻ എന്താണ് ആക്ച്വലി കറങ്ങി നടന്നു. എല്ലാവരുമായിട്ട് എന്ത് ചെയ്തു? ഫുൾ ക്ലാസ് കട്ടി നടക്കുകയായിരുന്നു. എനിക്ക് ഒന്നും കിട്ടിയില്ല. എനിക്ക് ആകെ വാങ്ങാൻ പറ്റിയത് എന്താണ് ആക്ച്വലി? ഓക്കെ, ഒരു ഡമ്മി ഫോൺ ഉണ്ട്. എവിടെ? പൂരപ്പറമ്പെന്ന് വാങ്ങുന്നത്. അതെന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പഴയ നോക്കിയ ഫോൺ ഉണ്ട്, സെക്കൻഡ് ഹാൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എന്നെയും നിങ്ങൾ എല്ലാവരെയും ഒരു സ്കൂളിലോ കോളേജിലോ പോയി കഴിഞ്ഞാൽ ഒരേ രീതിയിലല്ലേ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് സെപ്പറേറ്റ്, വേറൊരാൾക്ക് സെപ്പറേറ്റ്, അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഒരു ടീച്ചർ വരുന്നു, ആ ടീച്ചർ എന്ത് ചെയ്യുന്നു? നിങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആ പഠിക്കുന്നതും പഠിക്കാതിരിക്കുന്നതും കഴിയാതിരിക്കുന്നതും ആരുടെ കയ്യിലിരിക്കും? നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പൊ ജനങ്ങൾക്ക് എന്ത് കൊടുക്കും? ബേസിക് ആയ കാര്യങ്ങൾ കൊടുക്കും. ആ ബേസിക് ആയ കാര്യത്തിന് സംഭവം എന്താ? അടിസ്ഥാന ആവശ്യങ്ങൾ കൊടുക്കും. അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എന്ത് കൊടുക്കും? വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം കൊടുക്കും. ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും. ഇനി ആ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ഗവൺമെന്റ് കൊടുത്ത വീട് ഒറ്റമുറിയാണെങ്കിൽ അതിനെ വലിയ കൊട്ടാരമാക്കുന്നതും ആ ഒറ്റമുറിനെ ഇടിച്ചിട്ട് വീട് ഇല്ലാതാക്കുന്നതും ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിൽ. ഇതാണ് സോഷ്യലിസം. അപ്പൊ രണ്ട് കൺസെപ്റ്റ് മനസ്സിലായോ? ഒന്നിന്റെ പേര് കമ്മ്യൂണിസം, ഒന്നിന്റെ പേര് സോഷ്യലിസം. കമ്മ്യൂണിസം നമ്മളെല്ലാവരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോഷ്യലിസത്തിൽ അടിസ്ഥാന കാര്യങ്ങൾ എല്ലാവർക്കും ഈക്വൽ ആയി കൊടുക്കും. ബാക്കിയെല്ലാം നിങ്ങളുടെ സ്വന്തം കഴിവ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ നമ്മൾ രണ്ട് പേരിൽ വിളിക്കും. ഒരു പേര് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ഒരു പേര് മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥ. സാർ, എന്താ മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥ? ഇവിടെ എന്താണ് എന്താ പറയാ മിക്സ് ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുന്ന വാക്കാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇവിടെ പൗരന്മാരുടെ വികസനം അവരുടെ കാര്യക്ഷമതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഉണ്ടാവും, നിങ്ങളുടെ വികസനം ഉണ്ടാവും. നിങ്ങൾ നന്നായി പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, 10-12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വികസനം എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കളിച്ച് നടക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ എന്താണ് ആക്ച്വലി? ഇപ്പൊ കളിക്കേണ്ടതാണെന്ന് പറഞ്ഞു ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നും ഫുൾ ടൈം എന്താണ് ഫ്രീ ആയിട്ട് ജാളി ആയിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ എന്ത് വരും? പ്രശ്നം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കാര്യക്ഷമതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാവുക നിങ്ങളുടെ വളർച്ച ഉണ്ടാവുക. ബേസിക് ആയ കാര്യങ്ങളെല്ലാം ആര് തരും? ഗവൺമെന്റ് തരും. ഇത്രയും മനസ്സിലായ? ഇത്രയും മനസ്സിലായി. ഓക്കെ, അപ്പൊ സോഷ്യലിസം പ്രധാനമായും രണ്ട് തരം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് സോഷ്യലിസം ഉണ്ട്. ഓക്കെ അല്ലെ? ഗ്രാംഷിയുടെ ഒരു സോഷ്യലിസം ഉണ്ട്, മാർക്സിന്റെ ഒരു സോഷ്യലിസം ഉണ്ട്, ലെനിന്റെ ഒരു സോഷ്യലിസം ഉണ്ട്, ഫിഡൽ കാസ്ട്രോയുടെ ഒരു സോഷ്യലിസം ഉണ്ട്. എല്ലാവരും എന്തുകൊണ്ടുണ്ട്? ഒരുപാട് സോഷ്യലിസം കണ്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഒരു സോഷ്യലിസം ഉണ്ട്, അംബേദ്കർ സാറിന്റെ ഒരു സോഷ്യലിസം ഉണ്ട്, ജവഹർലാൽ നെഹ്റുജിയുടെ സോഷ്യലിസം ഉണ്ട്. എന്റെ അമ്മ എത്രയൊക്കെ സോഷ്യലിസം ഉണ്ടാ ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് അതൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് രണ്ട് സോഷ്യലിസം പഠിച്ചാൽ മതി. ഓക്കെ, രണ്ട് തരത്തിലുള്ള സോഷ്യലിസമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന്, ഞാൻ ബാക്കി പറഞ്ഞ എല്ലാവരെയും കൂടി ചേർത്തിട്ട് സോവിയറ്റ് യൂണിയനിൽ നടന്ന സോഷ്യലിസം. സോവിയറ്റ് യൂണിയൻ അവിടെ എഴുതിയിരിക്കുന്നത് USSR എന്നാണ്. ഓക്കെ, പഴയ റഷ്യയുടെ പേരാണ് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. അവിടുത്തെ സോഷ്യലിസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? സ്വകാര്യ സ്വത്ത് ഉണ്ടാവില്ല. സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവില്ല? സ്വന്തമായിട്ട് വീടുണ്ടാവില്ല. ഒരാൾക്കും എന്തുണ്ടാവില്ല? ഒരാൾക്ക് ഒരു കെട്ടിടം കെട്ടാൻ പറ്റില്ല. അംബാനി ഉണ്ടാവില്ല, അദാനി ഉണ്ടാവില്ല, പിന്നെ ആരാ? പ്രൈവറ്റ് ഉണ്ടാവില്ല, നിങ്ങളുടെ ഷോപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സാർ, അപ്പൊ ആരതൊക്കെ ചെയ്യുക? ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സ്ഥലത്തിന് വീതിച്ച് തരും. 5 സെന്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 5 സെന്റാണ് എന്റെ കയ്യിൽ. അംബാനിയുടെ കയ്യിലും 5 സെന്റ് ആയിരിക്കും, അദാനിയുടെ കയ്യിലും 5 സെന്റ് ആയിരിക്കും, നമ്മുടെ അപ്പുറത്തെ രാഘവൻ ചേട്ടന്റെ വീട്ടിലും കയ്യിലും 5 സെന്റ് ആയിരിക്കും, എന്റെ കയ്യിലും 5 സെന്റ് ആയിരിക്കും, നിങ്ങളുടെ കയ്യിലും 5 സെന്റ് ആയിരിക്കും.
ഓക്കെ അല്ലേ? ഇതാണോ ഒരു ഇക്വാലിറ്റി രീതിയിൽ പറയുന്ന കാര്യം? അതെ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ സോഷ്യലിസം എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ സ്വത്തും ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. സാർ അങ്ങനെയാണ് ഇത് കമ്മ്യൂണിസം ആയി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഓക്കെ അല്ലേ? പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ആളുകളുടെ കയ്യിൽ എന്തുണ്ടാവും? കൂടുതൽ. ഓക്കെ, അതാര് തീരുമാനിക്കുക? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക. അപ്പൊ കറക്റ്റ് കമ്മ്യൂണിസം ആയ? ഇല്ല. ഓക്കെ, ബേസിക് ആയിട്ട് എല്ലാവർക്കും എന്ത് കൊടുക്കും? ഈക്വൽ കൊടുക്കും. എന്നാലും കുറച്ചു പേർക്ക് എന്ത് കൊടുക്കും? കൂടുതൽ കൊടുക്കും. ഈ ആരാണ് സാർ ഈ കുറച്ചു പേര്? അത് ഗവൺമെന്റ് തീരുമാനിക്കും. അപ്പൊ ഞങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആക്ച്വലി സോവിയറ്റ് യൂണിയനിൽ സ്വകാര്യ സ്വത്ത് ഉണ്ടാവില്ല. ആർക്ക് എത്ര കിട്ടണം എന്ന് ആരാ തീരുമാനിക്കുക? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക. ഇത്രയും മനസ്സിലായ? ഇനി ഇന്ത്യൻ സോഷ്യലിസം എടുക്കുക. സാർ ഇന്ത്യക്ക് സോഷ്യലിസം ഉണ്ടാ? അതെ. ഇന്ത്യക്കാരുണ്ടാക്കിയതാണോ? അതെ. അപ്പൊ അതിൽ സ്വകാര്യ സ്വത്ത് ഉണ്ടാവോ സാർ? ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സ്വത്ത് ഉണ്ടാവും, അംബാനിയുടെ കയ്യിൽ സ്വത്ത് ഉണ്ടാവും, ടാറ്റയുടെ കയ്യിൽ സ്വത്ത് ഉണ്ടാവും, ബിർളയുടെ കയ്യിൽ സ്വത്ത് ഉണ്ടാവും. പക്ഷെ സമ്പദ് വ്യവസ്ഥയുടെ ചില പൂർണ്ണ മേഖലകൾ ആടുകളായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മേഖലയിൽ കയറിയിട്ട് ആർക്ക് പണിയെടുക്കാൻ പറ്റില്ല? നമ്മുടെ പ്രൈവറ്റ് ആളുകൾക്ക് പണിയെടുക്കാൻ പറ്റില്ല. സർ അങ്ങനെ ഏതെങ്കിലും മേഖല പറയാവോ? നമ്മുടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരു മേഖല. ആ മേഖലയുടെ പേരാണ് എന്ത്? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എക്കണോമിക്സ് മേഖല. അവിടെ എന്താ ഉണ്ടാക്കാൻ പോണത്? AK-47, പിന്നെന്താ ടാങ്ക്, അതൊക്കെ ഉണ്ടാക്കണം. ഇത് നമ്മൾ പ്രൈവറ്റ് ആളുടെ കൊടുത്തു എന്ന് വിചാരിക്കുക. ആ പ്രൈവറ്റ് ആൾ എന്ത് ചെയ്യും? ഉണ്ടാക്കും. നമ്മുടെ സോൾജിയേഴ്സ് അവിടെ പോകുമ്പോൾ അത് തോക്ക് എന്ത് ചെയ്യാനില്ല? പൊട്ടണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പൊ നമ്മുടെ ജവാൻ സിനിമയില്ലേ, അതിൽ ഷാറുഖ് ഖാന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? വിജയ് സേതുപതി തോക്ക് വാങ്ങിയിട്ട് അവിടെ പോയി, എവിടെ പോയി? ബോർഡറിൽ പോയി വെടിവെക്കിട്ട് തോക്ക് എന്ത് ചെയ്യുന്നില്ല? പൊട്ടണില്ല. അങ്ങനെ കൊടുത്ത പ്രശ്നമല്ലേ? അതെ. അപ്പൊ എല്ലാ മേഖലയും ഗവൺമെന്റ് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുവോ? ഇല്ല. ഓക്കെ, സ്വകാര്യ വ്യക്തി ഉണ്ടാ? ഉണ്ട്. ടാറ്റ ഉണ്ടാ? ഉണ്ട്. പക്ഷെ ചില പ്രത്യേക മേഖല ആളുകളിലായിരിക്കും? ഗവൺമെന്റ് കയ്യിലായിരിക്കും. സോവിയറ്റ് യൂണിയനിൽ പോയി സോഷ്യലിസം പറഞ്ഞാൽ എന്താ? അവിടെ സ്വകാര്യ സ്വത്തേ ഉണ്ടാവില്ല, എല്ലാം ആളുകളിലായിരിക്കും? ഗവൺമെന്റ് കയ്യിലായിരിക്കും. ഇത്രയും മനസ്സിലായ? ഇത്രയും മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു സാധനം ചെയ്തില്ലേ? എന്ത് ചെയ്ത്? നമ്മൾ രാജ്യസുരക്ഷാ ഉപകരണം ആരുടെ കയ്യിലാണ് വെച്ചത്? ഗവൺമെന്റ് കയ്യിൽ. അതിനെ വിളിക്കുന്ന പേരാണ് ദേശസാൽക്കരണം അല്ലെങ്കിൽ നാഷണലൈസേഷൻ എന്നാണ് അവരെ വിളിക്കുക. എന്ന് വെച്ചാൽ ആ മേഖല ആരുടെ കയ്യിലുണ്ടാവുക? ഗവൺമെന്റ് കയ്യിലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ് സാറേ? ദേശീയ സുരക്ഷാ ഉൽപ്പന്നം, ഗതാഗതം, റെയിൽവേ, ആണവോർജ വസ്തുക്കൾ. ആണവോർജ വസ്തുക്കൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കൽപ്പാക്കത്ത് ഒരു ആണവ റിയാക്ടർ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒന്ന് പൊട്ടിന്ന് വിചാരിക്കൂ. ഓക്കെ അല്ലെ? അതിന് ചുറ്റുള്ള ഇപ്പൊ 5 സ്റ്റേറ്റ് ഇല്ലേ സൗത്ത് ഇന്ത്യ, അത് മൊത്തമായിട്ട് എന്ത് ചെയ്യും? പോയി കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ കയ്യിൽ തന്നെ പറ്റുള്ളൂ? ഗവൺമെന്റ് കയ്യിൽ തന്നെ പറ്റുള്ളൂ. ഗതാഗതം, റെയിൽവേ ലാഭത്തിലാണോ മക്കളെ? നഷ്ടത്തിലാണോ? നഷ്ടത്തിലാണ്. ഓക്കെ, റെയിൽവേക്ക് ലാഭം കിട്ടുന്ന എവിടെന്നാ? ഗുഡ്സ്, ചരക്ക് കയറ്റി അടിച്ചിട്ട്. നഷ്ടം എവിടെന്നാ? ജനങ്ങളെ കയറ്റി അയക്കുമ്പോ. എന്നിട്ട് റെയിൽവേയുടെ ഫീസ് കൂട്ടാൻ പറ്റുമോ? ഇല്ല. പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ആളുകൾ, അല്ല പോട്ടെ നിങ്ങൾ പണക്കാര് ഒക്കെ അല്ല, പാവപ്പെട്ട എന്നെ പോലുള്ള ആളുകൾ എന്താ ചെയ്യുക? എങ്ങനെയാ പോവുക? ആക്ച്വലി ഫ്ലൈറ്റിൽ പോകാനുള്ള കപ്പാസിറ്റി ഇല്ല, നമുക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗതാഗതവും റെയിൽവേ ആരുടെ കയ്യിലായിരിക്കണം? ഗവൺമെന്റ് കയ്യിലായിരിക്കണം. നിങ്ങൾ തന്നെ പറ, ഒരു നല്ല എന്തുണ്ട്? റഷ് ആയിട്ടുള്ള റൂട്ട് ഉണ്ട്, ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവും. ഓക്കെ അല്ലെ? ഒരു കാർഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്റെ വീട് പാലക്കാടാണ്. അപ്പൊ അവിടെ അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എന്താ ഉള്ളത്? ഗോത്രവർക്കാരാണ് താമസിക്കുന്നത്. അവിടേക്ക് എപ്പോഴെങ്കിലും ഒരു ബസ്സേ ഉള്ളൂ. ഓക്കെ, എന്റെ വീടിന്റെ അവിടെ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള നാഷണൽ ഹൈവേ ഉണ്ട്. അവിടെ ഒരുപാട് ബസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ പ്രൈവറ്റ് എന്താ വേണ്ടത്? ലാഭം. ഇവിടെ ഒന്നും ആരും പണിയെടുക്കില്ല. ഗവൺമെന്റ് എന്താ പറയാ? പ്രൈവറ്റ് പണിയെടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ പണി ആർക്ക് തന്നെ കൊടുക്കണം? നമ്മുടെ ഗവൺമെന്റ് തന്നെ കൊടുക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എയർ ഇന്ത്യ ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റ് കയ്യിൽ. ഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റ് കയ്യിൽ. സാർ ഇപ്പൊ ഇങ്ങനെയല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് 1947 കേട്ടോ. ഓക്കെ അല്ലെ? ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദേശീയ സുരക്ഷാ ഉപകരണങ്ങൾ, ഗതാഗതം, റെയിൽവേ, ആണവോർജ വസ്തുക്കൾ എന്നിവ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി നാഷണലൈസ് ആയിരിക്കും. കംപ്ലീറ്റ്ലി ദേശസാൽക്കരണമായിരിക്കും ഉണ്ടാവുക. സാർ ടാറ്റയും ബിർളയും ഉണ്ട്. അവിടെ സ്വത്ത് ഉപയോഗിക്കുന്നത് കിട്ടും, നിയന്ത്രണം ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് അവിടെ സ്വത്ത് ഉപയോഗിക്കുന്ന നിയന്ത്രണം വരുന്നത്? ഒരു സ്വകാര്യ വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യം, ഒരു സ്വകാര്യ ബിസിനസ്മാന് എന്താണ് ചോദിച്ചാൽ എന്താ പറയാ?
ലാഭം. ഒരു ബിസിനസ്മാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ? ലാഭം. അങ്ങനെ ലാഭത്തിന് വേണ്ടിയാണ് അവൾ പ്രവർത്തിക്കുക? അതെ. ഗവൺമെന്റ് ലാഭത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? അല്ല. ഓക്കെ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു സൂചി കണ്ടു, സൂചി എന്ത് ചെയ്തു? നിങ്ങൾ ഇഞ്ചക്ഷൻ വെച്ചു. ആ സൂചി ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണോ രണ്ടാമതായിട്ട് ഉപയോഗിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ്? ഇപ്പൊ എന്തെങ്കിലും ഉറപ്പുണ്ടാ? ഒരു ഉറപ്പില്ല. മനസ്സിലായ? ഓക്കെ, അപ്പൊ ആളുകൾക്ക് എന്താ വേണ്ടത്? ബിസിനസ്സുകാർക്ക് എന്താ വേണ്ടത്? ലാഭമാണ് വേണ്ടത്. അപ്പൊ ആ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ നിയന്ത്രിക്കണ്ടേ? നിയന്ത്രിക്കണം. അതിന് നിയമം വേണ്ടേ? നിയമം വേണം. അപ്പൊ എന്റെ ചോദ്യം, ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ വലുതായിരിക്കുക, ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉണ്ടാവുക? ഗവൺമെന്റിന്റെ മേഖലയാണോ അതോ പ്രൈവറ്റ് മേഖലയാണോ? ഉറപ്പായിട്ടും ഇത്രയും നേരം മനസ്സിലാക്കിയതുകൊണ്ട് കാര്യം മനസ്സിലായിട്ടാവും. ഏത് മേഖലയാണ്? ഗവൺമെന്റിന്റെ മേഖലയാണ്. ഏത് മേഖലയല്ല? പ്രൈവറ്റിന്റെ മേഖലയല്ല. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. സാർ, ഇങ്ങനെ ഒരു സോഷ്യലിസം ആരാ വികസിപ്പിച്ചെടുത്തത്? 3 പേരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ. ഒന്നാമത്തെ ആള് ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തെ ആള് ഗാന്ധിജി, മൂന്നാമത്തെ ആള് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ അല്ലെ? അപ്പോ ലോകത്തിന് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ത്? ഇന്ത്യൻ സോഷ്യലിസം. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. ഓക്കെ അല്ലെ? ഗാന്ധിജിയാണോ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായി സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ വേണ്ടി പ്രവർത്തിച്ചത്? അതെ. ഡോക്ടർ BR അംബേദ്കർ ആണോ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? അതെ. ജവഹർലാൽ നെഹ്റു ആണോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കണം തീരുമാനിച്ച അദ്ദേഹമാണോ? അതെ. ഇതെന്താ സാർ ഇപ്പൊ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ജവഹർലാൽ നെഹ്റു എക്കണോമിക്സിലെ സോഷ്യലിസം, 2 ഗാന്ധിജി സ്വാതന്ത്ര്യ സമരകാലത്തെ സോഷ്യലിസം, ഓക്കെ അല്ലെ? BR അംബേദ്കർ ഭരണഘടനയിലെ സോഷ്യലിസം. ഇതെല്ലാം എന്താണ്? ഒന്നാണ്. ഓക്കെ, പൊന്നപ്പൻ തന്നെയാണ് തങ്കപ്പൻ, തങ്കപ്പൻ തന്നെയാണ് പൊന്നപ്പൻ. രണ്ടും എന്താണ്? ഇന്ദ്രൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ 3 സാധനം എന്താ? സെയിം ആണ്. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ഇതാ കിടക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലെ? ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ സോഷ്യലിസത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി, അവിടെ ഇന്ത്യൻ സോഷ്യലിസം എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർ? എവിടെ പരാമർശിച്ചിട്ടുണ്ട്? ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയ ഉടനെ ഇതൊരു എന്താ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിക്കരുത്. താഴെ എഴുതിയിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, എല്ലാ സാമ്പത്തിക മേഖലയുടെയും ദേശസാൽക്കരണം, സ്വകാര്യ സ്വത്തില്ല. അപ്പൊ ഇത്രയും നേരം പഠിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്തില്ല, എല്ലാ സാമ്പത്തിക മേഖലയുടെയും ദേശസാൽക്കരണം. ദേശസാൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ പ്രൈവറ്റ് ഉണ്ടാ? ഇല്ല. സ്വകാര്യ സ്വത്തേ ഇല്ല. ഇങ്ങനെ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ സോഷ്യലിസം ആണോ അതോ വിദേശ അന്താരാഷ്ട്ര സോഷ്യലിസം ആണോ? സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസം ആണോ? സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസം ആണോ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ഡെഫിനിഷൻ ഇവിടെ, എല്ലാ സാമ്പത്തിക മേഖലയുടെയും ദേശസാൽക്കരണം, സ്വകാര്യ സ്വത്തില്ല എന്നത് എന്തിന്റെ ഡെഫിനിഷനാ? ഇന്റർനാഷണൽ സോഷ്യലിസം ഡെഫിനിഷനാണ്. ഈ രണ്ടാമത് നോക്കിയേ, സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലെ ദേശസാൽക്കരണം. ആ പ്രധാന മേഖല ഏതൊക്കെയാന്ന് എന്റെ കൂടെ പറഞ്ഞേ. ഒന്ന്, ദേശീയ സുരക്ഷാ ഉൽപ്പന്നം. 2, ഗതാഗതം, റെയിൽവേ. 3, ആണവോർജ വസ്തുക്കൾ. ഇതിന്റെ എല്ലാം എന്താണ്? ഉൽപ്പന്നം ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റ് കയ്യിലായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ദേശസാൽക്കരണം, അല്ലെങ്കിൽ എന്താ? നാഷണലൈസേഷൻ. സ്വകാര്യ സ്വത്ത് ഉണ്ടാവോ? ടാറ്റയും ബിർളയും ഉണ്ടാ? ഉണ്ട്. പക്ഷെ അവർക്ക് നിയന്ത്രണം ഉണ്ടോ? നിയന്ത്രണം ഉണ്ട്. എന്തുകൊണ്ടാ? ഒരു സ്വകാര്യ വ്യക്തിക്ക്, ഒരു സ്വകാര്യ ബിസിനസ്മാന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ? ലാഭമാണ്. ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? അവർ തയ്യാറായി വരും. അങ്ങനെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഇതാണോ ഇന്ത്യൻ സോഷ്യലിസം? അതെ. ഇതിന്റെ ബേസ് ഉണ്ടാക്കിയത് ആരൊക്കെയാ? ഒന്ന്, ഡോക്ടർ BR അംബേദ്കർ അല്ല പറഞ്ഞത്? ഭരണഘടനയുടെ സോഷ്യലിസം. 2, ജവഹർലാൽ നെഹ്റുജി അല്ല പറഞ്ഞത്? എന്താ? എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന സോഷ്യലിസം. 3, മഹാത്മാ ഗാന്ധിജി അല്ലേ പറഞ്ഞത്? അപ്പൊ എവിടത്തെ എന്താ? സ്വാതന്ത്ര്യ സമരത്തിലെ സോഷ്യലിസം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇവിടെ ഭരണഘടന എഴുതിയിട്ട് താഴെ സ്വകാര്യ സ്വത്തും ദേശസാൽക്കരണമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായ? ഈ 3 സോഷ്യലിസം എന്താണ്? സെയിം ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുമാണ്.
ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണ്. ക്ലിയർ? ഡൺ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്കാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ, അല്ലെങ്കിൽ എന്താണ് മിക്സ്ഡ് എക്കണോമി. ഫൈൻ. അത് പഠിക്കാൻ വേണ്ടിയിട്ട് 3 തരം സമ്പത്ത് വ്യവസ്ഥയാണ് ലോകത്തിലുള്ളത്. ഒന്നാമത്തെ സമ്പത്ത് വ്യവസ്ഥയുടെ പേര് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ, രണ്ടാമത്തെ സമ്പത്ത് വ്യവസ്ഥയുടെ പേര് മുതലാളി സമ്പത്ത് വ്യവസ്ഥ, മൂന്നാമത്തെ സമ്പത്ത് വ്യവസ്ഥയുടെ പേര് മിശ്ര സമ്പത്ത് വ്യവസ്ഥ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്താണെന്നുള്ളത് USSR, നോർത്ത് കൊറിയ, ക്യൂബ ഇവയൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ USSRൽ എങ്ങനെയാണ് സോഷ്യലിസം ഉണ്ടായിരുന്നത് വളരെ സിമ്പിൾ അല്ലേ? അതെ, എല്ലാം ആരുടെ കയ്യിലാണ്? ഗവൺമെന്റ് കയ്യിലാണ്. സർ, പക്ഷെ അവിടെ വേറെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഡിമാൻഡ്, സപ്ലൈ, ആന ചേന കൊണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ സർ? അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ടാളുകളെ പരിചയപ്പെടാൻ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ഒരാളുടെ പേര് ഡിമാൻഡ്, ഒരാളുടെ പേര് സപ്ലൈ. ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ? ആവശ്യം. സപ്ലൈ എന്ന് വെച്ചാൽ എന്താ? ആവശ്യം നികത്തുക. സർ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു iPhone 16 ആവശ്യമുണ്ട്. ഞാൻ ഒരു കടയിൽ പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ആമസോൺ ഓർഡർ ചെയ്യാൻ പോയി. iPhone 16 ഇല്ലാന്ന് വിചാരിക്കും. അപ്പൊ സപ്ലൈ ഉണ്ടാ? ഇല്ല. ഡിമാൻഡ് മാത്രമുള്ള കാര്യം ഉണ്ടാ? ഇല്ല. എന്ത് വേണം? സപ്ലൈ വേണം. ഇത്രയും മനസ്സിലായോ? സപ്ലൈ എന്ന് പറഞ്ഞാൽ സാധനം എത്തിക്കുക, ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ? ആവശ്യം. ഇത്രയും ഓക്കെ അല്ലേ? എനിക്കൊരു iPhone 16 വേണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമുള്ളത് കൊണ്ട് ആരെങ്കിലും എനിക്ക് iPhone 16 തരുമോ? ഇല്ല. പൈസ കൊടുക്കണ്ടേ? ആണ്. ഓക്കെ. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിയോ. ഒരു സമ്പദ് വ്യവസ്ഥയില് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പണിയാണ്. സോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അംബാനിയുടെ വീട്ടിന്റെ ഫ്രണ്ടിലാണോ എന്താ പറയാ സമരം ചെയ്യുക, അതോ സെക്രട്ടേറിയറ്റിൽ പോയിട്ടാണോ സമരം ചെയ്യുക? സെക്രട്ടേറിയറ്റ് എന്നല്ല നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ജോലി തരേണ്ടത് ആരുടെ കടമയാ? ഗവൺമെന്റിന്റെ കടമയാണ്. ഗവൺമെന്റ് നിങ്ങൾക്ക് ജോലി തന്നു കഴിഞ്ഞാൽ പൈസ കിട്ടില്ലേ? കിട്ടും. ആ പൈസ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? iPhone 16 ക്രിയേറ്റ് ചെയ്യാം. ഇനി അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. എന്താ ജോലി ചെയ്യുക? ഗവൺമെന്റ് എന്ത് ഉണ്ടാക്കണം? കമ്പനി ഉണ്ടാക്കണ്ടേ? ഗവൺമെന്റ് എന്ത് ചെയ്യണം? റോഡ് ഉണ്ടാക്കണ്ടേ? ഗവൺമെന്റ് എന്ത് ചെയ്യണം? റെയിൽവേ ഉണ്ടാക്കണ്ടേ? ഗവൺമെന്റ് എന്ത് ചെയ്യണം? എയർപോർട്ട് ഉണ്ടാക്കണ്ടേ? അപ്പോഴല്ലേ അവിടെ കൺസ്ട്രക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? കാശ്മീരിലുള്ള ആപ്പിൾ എവിടെ എത്തണം? കന്യാകുമാരിയിൽ എത്തണം. അതിനു വേണ്ടിയിട്ട് റോഡ് ഉണ്ടാക്കാൻ പ്രൈവറ്റ് ആളോട് പറഞ്ഞ അവരെന്ത് ചെയ്യില്ല? ഉണ്ടാക്കില്ല. വൈ? അവർക്ക് വേണ്ട എന്താ? ലാഭമാണ്. അപ്പൊ ജനങ്ങൾക്കിടയിൽ എന്ത് കിട്ടണം? ഡിമാൻഡ് കിട്ടണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ആരുടെ പണിയാ? ഗവൺമെന്റ് പണിയാണ്. ഇത്രയും മനസ്സിലായോ? ഒരു ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് ആരുടെ പണിയാണ്? ഗവൺമെന്റ് പണിയാണ്. ഓക്കെ. സപ്ലൈ എന്ന് വെച്ചാൽ എന്താ? സാധനങ്ങൾ എത്തിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി സോഷ്യൽ സമ്പദ് വ്യവസ്ഥ നോക്കിക്കോ. ഡിമാൻഡ് മേഖലയും സപ്ലൈ മേഖലയും സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും, സാധനങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ആരുടെ കടമയായിരിക്കും? ഗവൺമെന്റ് കടമയായിരിക്കും. അതിൽ രണ്ടിലും ആരാ ചെയ്യാൻ പോകുന്നത്? ഗവൺമെന്റ് തന്നെയാണ് ചെയ്യാൻ. ഓക്കെ. ഇനി അടുത്ത സമ്പദ് വ്യവസ്ഥ എന്താ? മുതലാളി സമ്പദ് വ്യവസ്ഥ. USA, യൂറോപ്പ് തുടങ്ങിയ അവസരങ്ങൾ. ഇതില് ഡിമാൻഡ് മേഖല സർക്കാരിന്റെ കയ്യിലായിരിക്കും. സർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന്റെ അവിടെ പോയി. ഓക്കെ. റോഡ് ഉണ്ടാക്കുന്ന ആരാ? സർക്കാരാണ്. ജനങ്ങൾ ജോലി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആരാ? സർക്കാരാണ്. പെൻഷൻ കൊടുക്കുന്ന ആരാ? സർക്കാരാണ്. ഓക്കെ അല്ലേ? അവിടെ ഷിപ്പ് ഉണ്ടാക്കിയത് ആരാ? സർക്കാരാണ്. സാധനം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് എത്തിക്കണ്ടേ? ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആരാ? സർക്കാരാണ്. എന്നിട്ട് ഞാന് സാധനം വാങ്ങാൻ വേണ്ടി പോയി. ഓക്കെ. ഇപ്പൊ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ USSRലാണ് പോയതെങ്കിൽ എനിക്ക് അവിടെ ത്രിവേണി നോട്ട്ബുക്ക് മാത്രമേ ഉണ്ടാവൂ, ഗവൺമെന്റിന്റെ. ഓക്കെ അല്ലേ? BSNL മാത്രമേ ഉണ്ടാവൂ, ഗവൺമെന്റിന്റെ. ഓക്കെ. നീതി സ്റ്റോറും എന്താ റേഷൻ കടയും മാത്രമേ ഉണ്ടാവുള്ളൂ, ഗവൺമെന്റിന്റെ. ഓക്കെ. ഇവിടെ ഞാൻ പോയി എവിടെ? USA-യിൽ. ഓക്കെ. എനിക്ക് നീതി സ്റ്റോർ കാണാനില്ല. ജിയോ മാത്രമേ ഉള്ളൂ. ജിയോ, എയർടെൽ അങ്ങനെ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് ഒന്നും കാണാനില്ല, BS ഒന്നും കാണാനില്ല. ക്ലാസ്മേറ്റ്സ് നോട്ടാണ് ഉള്ളത്, ത്രിവേണി നോട്ട്ബുക്ക് കാണാനില്ല. ഓക്കെ. ലുലു ആണുള്ളത്, എന്ത് കാണാനില്ല? റേഷൻ കട കാണാനില്ല. എവിടെ? മുതലാളി സമ്പദ് വ്യവസ്ഥയിൽ. ഓക്കെ അല്ലെ? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ആരാ? ഗവൺമെന്റ്. അതിന്റെ ബലം അനുഭവിച്ച ആരാ? പ്രൈവറ്റ്. ഓക്കെ. അപ്പൊ സപ്ലൈ ചെയ്യുന്ന ആരാ? പ്രൈവറ്റ്. സാധനം ആരുടെയാണുള്ളത്? പ്രൈവറ്റിന്റെ. അതിന്റെ പേരാണ് എന്ത്? മുതലാളി സമ്പദ് വ്യവസ്ഥ. എവിടെ പോയാൽ കാണും? USA-യിലും യൂറോപ്പിലും. ഈ സോഷ്യൽ സമ്പദ് വ്യവസ്ഥ ആരാ പണിയെടുത്തത്? ഗവൺമെന്റ്. ആരുടെ സാധനം ഉണ്ടാവുള്ളൂ? ഗവൺമെന്റ് സാധനം ഉണ്ടാവും. ഓക്കെ അല്ലെ? ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പോയി വിചാരിക്കുക, ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ആണ് XYZ ബിസ്ക്കറ്റ്. അപ്പൊ XYZ ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലെ? ഇനി മുതലാളി സമ്പദ് വ്യവസ്ഥയിൽ പോയി വിചാരിക്കുക, പാർലേജി, ഹോർലിക്സ് അങ്ങനെ എന്താ പ്രൈവറ്റ് ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടാവും. ഈ രണ്ട് സമ്പദ് വ്യവസ്ഥ മനസ്സിലായോ?
ഓക്കെ അല്ലെ? ഒന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇതിൽ എന്താ പറഞ്ഞത്? സിമ്പിൾ ആയ കാര്യമാണ്. ഡിമാൻഡ് ആരുടെ കയ്യിലാ? ഗവൺമെന്റ് കയ്യിലാ. ഓക്കെ അല്ലെ? സപ്ലൈ ആരുടെ കയ്യിലാ? ഗവൺമെന്റിന്റെ കയ്യിലാ. ഓക്കെ അല്ലെ? ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിലെന്ത് വേണം? ആളുകൾ സാധനം വാങ്ങണം. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഡിമാൻഡ് ക്രിയേഷന്റെ ഭാഗമാണ്. അപ്പൊ റോഡ്, റെയിൽവേ, എയർപോർട്ട് തുടങ്ങിയവ ഉണ്ടാക്കുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക, ജനങ്ങൾക്ക് ജോലി കൊടുക്കുക എന്നതെല്ലാം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ആരുടെ പണിയായിരിക്കും? ഗവൺമെന്റ് പണിയായിരിക്കും. അതിന്റെ ഫലം കിട്ടാൻ പോകുന്നത് ഈ പൈസ കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു? സാധനം വാങ്ങാൻ പോയി. അങ്ങനെയാണെങ്കിൽ സാധനം ആരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഗവൺമെന്റ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ഇനി ഞാൻ മുതലാളി സമ്പദ് വ്യവസ്ഥയിൽ പോയി. ഓക്കെ അല്ലെ? ആളുകൾക്ക് നല്ല വെള്ളം കൊടുക്കുക, നല്ല വസ്ത്രം കൊടുക്കുക, നല്ല പാർപ്പിടം കൊടുക്കുക, എന്താണ്, റോഡ് ഉണ്ടാക്കുക, റെയിൽവേ ഉണ്ടാക്കുക, ജോലി കൊടുക്കുക, അതേപോലെ എന്താ, ഹെൽത്ത് കൊടുക്കുക. ഇതെല്ലാം ആരുടെ പ്രധാനപ്പെട്ട പണിയാണ്? ഗവൺമെന്റ് പ്രധാനപ്പെട്ട പണിയാണ്. എന്നാ ഞാൻ ഒരു സാധനം വാങ്ങാൻ പോയി. എന്ത് സാധനം വാങ്ങാൻ പോയത്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും വാങ്ങാൻ പോയി. ആരെ കാണാനില്ല? ഗവൺമെന്റിനെ കാണാനില്ല. ആരാ അതിന്റെ ഫലം അനുഭവിച്ചത്? പ്രൈവറ്റ് ആണ് അനുഭവിച്ചത്. ഇതിന്റെ പേരാണ് മുതലാളി സമ്പദ് വ്യവസ്ഥ. രണ്ട് സമ്പദ് വ്യവസ്ഥ പഠിച്ചോ? എത്ര തരം അവിടെ എഴുതിയിട്ടുണ്ട്? 3 തരം എഴുതിയിട്ടുണ്ട്. അത്രയും കാര്യം ഓക്കെ അല്ലേ? ആണ്. മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയുടെ പേരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ എന്താ, മിക്സ്ഡ് എക്കണോമി. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്ത്? ഇന്ത്യ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു മിക്സിയിൽ നമ്മൾ എന്താ ചെയ്യുക? 2 സാധനങ്ങൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ 3 സാധനങ്ങൾ ആഡ് ചെയ്യും, അതിനെ പിടിച്ച് എന്ത് ചെയ്യും? അടിയും. അപ്പൊ എല്ലാം കൂടി മിക്സ് ആയിട്ട് നമുക്ക് ഒരു കുഴമ്പ് രൂപത്തിൽ എന്ത് ചെയ്യും? ഒരു സാധനം കിട്ടും. ഇവിടെ ഞങ്ങൾക്ക് 2 സാധനമുണ്ട്. ഒന്നിന്റെ പേരെന്താ? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഒന്നിന്റെ പേരെന്താ? മുതലാളി സമ്പദ് വ്യവസ്ഥ. ഈ 2 സാധനങ്ങളെ കൂടി എന്ത് ചെയ്യുക? മിക്സിയിൽ പിടിച്ച് അടിക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? മിശ്ര സമ്പദ് വ്യവസ്ഥ കിട്ടും. അപ്പൊ മിശ്ര സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? മുതലാളി സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശം സ്വീകരിച്ച്. ഓക്കെ അല്ലെ? അപ്പൊ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഇന്ത്യയിൽ ആരാണ് മക്കളെ ജോലി തരുന്നത്? ഗവൺമെന്റ്. ഇന്ത്യയിൽ ആരാണ് വലിയ വലിയ ഹൈവേ ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ്. ഇന്ത്യയിൽ ആരാ എയർപോർട്ട് ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ്. ഇന്ത്യയിൽ ആരാ ഷിപ്പ് ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ്. ഇന്ത്യയിൽ ആരാണ് വാർദ്ധക്യ പെൻഷൻ 1500 രൂപ തരുന്നത്? ഗവൺമെന്റ്. ഇതെല്ലാം ഡിമാൻഡ് ക്രിയേഷൻ അല്ലേ? അതെ. ഓക്കെ അല്ലെ? ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ തരുന്ന ആരാ? ഗവൺമെന്റ്. അപ്പൊ ഡിമാൻഡ് ക്രിയേഷൻ ആരുടെ കയ്യിലാണ്? ഗവൺമെന്റ് കയ്യിലാണ്. ഇനി ഞാൻ സപ്ലൈയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി. ഓക്കെ അല്ലെ? ത്രിവേണി നോട്ടും ഉണ്ട്, ക്ലാസ്മേറ്റ്സും ഉണ്ട്, റേഷൻ കടയുണ്ട്, ലുലു മാളും ഉണ്ട്, BSNL ഉണ്ട്, ജിയോയും ഉണ്ട്. അപ്പൊ കാര്യം മനസ്സിലായ? സപ്ലൈ സൈഡില് ഗവൺമെന്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു എക്കണോമി ഉണ്ടാക്കി. ആ എക്കണോമിയുടെ പേരാണെന്ത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ 2 കാര്യങ്ങൾ മനസ്സിലായോ? 2 കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ അല്ലെ? ജവഹർലാൽ നെഹ്റുവിന്റെ യുഗത്തിന്റെ അല്ലെങ്കിൽ കാലഘട്ടത്തെ 2 പേരിലാണ് വിളിക്കുന്നത്. ഒന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്താണ് ഇന്ത്യൻ സോഷ്യലിസം മനസ്സിലായില്ലേ? എന്താണ് അന്താരാഷ്ട്ര സോഷ്യലിസം മനസ്സിലായില്ലേ? രണ്ടാമത്തെ മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥ. ഓക്കെ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും അതേപോലെ എന്താണ് മുതലാളി സമ്പദ് വ്യവസ്ഥയും മനസ്സിലായില്ലേ? രണ്ടിനെയും കൂടി അടിച്ചു കഴിഞ്ഞാൽ എന്താ? ഒരു മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? സമ്പദ് വ്യവസ്ഥ കിട്ടുന്നത് മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണെങ്കിലും, ഒരു മുതലാളി സമ്പദ് വ്യവസ്ഥയാണെങ്കിലും, ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണെങ്കിലും, ഇത് മൂന്നിലും ഡിമാൻഡ് ക്രിയേഷൻ ആരുടെ പണിയാണ്? ഗവൺമെന്റ് പണിയാണ്. ഓക്കെ അല്ലെ? ഇത് മൂന്നില് സപ്ലൈ സൈഡിലാണെന്നുള്ളത് വ്യത്യാസമുള്ളത്. സാധനങ്ങൾ ഗവൺമെന്റിന്റെ ആണ് കിട്ടുന്നതെങ്കിൽ അത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സാധനങ്ങൾ പ്രൈവറ്റിന്റെ ആണ് കിട്ടുന്നതെങ്കിൽ അത് മുതലാളി സമ്പദ് വ്യവസ്ഥ. സാധനങ്ങൾ രണ്ടുപേരുടെയും കിട്ടുന്നുണ്ട്, ഗവൺമെന്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, എങ്കിൽ എന്താ? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇപ്പൊ ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് മനസ്സിലായ? ഓക്കെ അല്ലെ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ഏത് തരം സാമ്പത്തിക ഘടനയാണ് തെരഞ്ഞെടുത്തത്? മുതലാളി സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. അപ്പൊ കുറച്ച് ഡൗട്ട്, സാർ ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ വെച്ചാൽ അത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണോ എന്ന് എങ്ങനെ അറിയാ? സിമ്പിൾ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോ ഈ ക്വസ്റ്റ്യനിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റിന്റെ അർത്ഥം എന്താന്ന് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ അവർക്ക് തന്നെ അറിയാം എന്തുണ്ട്? 2 സോഷ്യലിസം ഉണ്ട്. മെയിൻലി സോഷ്യലിസം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് USSR ഉള്ള അന്താരാഷ്ട്ര സോഷ്യലിസം ആണെന്നും, അല്ല ഇന്ത്യൻ സോഷ്യലിസം ആണെങ്കിൽ അവരെന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് പറയും എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലെ? അപ്പൊ മുതലാളി സമ്പദ് വ്യവസ്ഥയാണ് തെരഞ്ഞെടുത്തത്? അല്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത്? അല്ല. മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത്? അതെ. സോ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെയാണ്. അപ്പൊ നെഹ്റുവിയൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയാൻ പോകുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം എന്താ? അടഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ്.
സമ്പത്ത് വ്യവസ്ഥ എന്തിരിക്കുകയാണ്? അടച്ചിരിക്കുകയാണ്. സാർ അടച്ചിരിക്കുക പറഞ്ഞാൽ എന്താ? വിദേശത്തു നിന്ന് ഒരു ഉൽപ്പന്നം എന്ത് ചെയ്യില്ല, ഇന്ത്യയിലേക്ക് വരില്ല. ഉൽപ്പന്നം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും വരിക. അപ്പൊ കൊക്കക്കോള എന്താണ്? കുറവായിരിക്കും. സാംസങ് ഉണ്ടാവില്ല, ഐഫോൺ ഉണ്ടാവില്ല, ഒപ്പോ ഇല്ല, വിവോ ഇല്ല, IFB ഇല്ല, ഒന്നുമില്ല. ഓക്കെ സാർ, അതെന്താ ഒന്നും ഇല്ലാത്തത്? അതിനുവേണ്ടി ഞാൻ നിങ്ങൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ ആദ്യ ലൈനാണ്. അതെന്താ സാറേ? വ്യാപാരത്തിനായി കടൽ മാർഗം ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. 1498 അദ്ദേഹം കാപ്പാട് എന്ത് ചെയ്തു? കടൽ വന്നിറങ്ങി. ഓക്കെ അല്ലേ? എന്ന് പഠിക്കില്ലേ? പഠിക്കും. പിന്നെന്താ പഠിക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ വ്യാപാരികളായി വന്നവര് ഇന്ത്യ എന്ത് ചെയ്ത്? ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. 300 വർഷത്തോളം ഇന്ത്യ ഭരിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? അവരിപ്പൊ അടിച്ചോടിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഈ ഓടിച്ചവരെ കൊണ്ട് വീണ്ടും സാധനം കൊണ്ടുവരാൻ പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഏത് ഒന്നേന്ന്? വീണ്ടും അവര് വരും, വീണ്ടും ഇന്ത്യൻ കമ്പനി പൊളിയും, വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ പ്രശ്നമാവും. അപ്പൊ എന്ത് പറഞ്ഞ്? മോനെ മതി. ഓക്കെ അല്ലേ? കുറച്ചു കാലത്തേക്ക് നീ എന്ത് ചെയ്യണ്ട, ഈ ഭാഗത്തേക്ക് വരണ്ട. ഞങ്ങൾ ഇന്ത്യക്കാർ സ്വന്തമായിട്ട് എന്തുണ്ടാക്കട്ടെ? സ്റ്റീൽ ഉണ്ടാക്കട്ടെ, സ്വന്തമായിട്ട് എന്തുണ്ടാക്കട്ടെ? ബിസ്ക്കറ്റ് ഉണ്ടാക്കട്ടെ, സ്വന്തമായിട്ട് എന്തുണ്ടാക്കട്ടെ? അരി ഉണ്ടാക്കട്ടെ, എല്ലാ സാധനവും ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആലോചിക്കാം എന്നാണ് ആര് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റുജി പറഞ്ഞത്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു? അടഞ്ഞതായിരുന്നു. അടഞ്ഞത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, വിദേശത്തു നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാവും, നിയന്ത്രണം ഉണ്ടാവും. എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പോണത്? ആക്ച്വലി ഒന്ന്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം? വികസിപ്പിക്കണം. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഉൽപ്പന്നം വേണ്ടേ? ഇന്ത്യക്ക് സ്വന്തമായി TV ഉണ്ടാക്കണം, ഇന്ത്യക്ക് സ്വന്തമായി മിക്സി ഉണ്ടാക്കണം, ഇന്ത്യക്ക് സ്വന്തമായി ഗ്രൈൻഡർ ഉണ്ടാക്കണം, ഇന്ത്യക്ക് സ്വന്തമായി ഫോൺ ഉണ്ടാക്കണം, സ്വന്തമായി റബ്ബർ ഉണ്ടാക്കണം. ഇതെല്ലാം വേണ്ടേ? രണ്ടാമത്തെ എന്താ? കൊളോണിയൽ ഭരണം. കൊളോണിയൽ ഭരണം എന്ന് വെച്ചാൽ എന്താ? ഈ 300 വർഷക്കാലം ഇന്ത്യയെ പിടിച്ചു ഭരിച്ചില്ലേ? നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകെ പൊളിച്ചില്ലേ? ഇന്ത്യനുള്ള പൈസ എല്ലാം കൊണ്ടുപോയില്ലേ? നമ്മളാകെ തെണ്ടി തിരികെയല്ലേ? അവരവിടെ അടിച്ചു പൊളിക്കുകയല്ലേ? നമുക്കും എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? ബെറ്റർ ആക്കണ്ടേ? അതിനാണ് സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തത്? അടച്ചത്. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ യുഗത്തിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി യുഗം. ഇന്ദിരാഗാന്ധി യുഗത്തിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് എന്ത്? നാഷണലൈസേഷൻ അല്ലെങ്കിൽ ദേശസാൽക്കരണം. 14 ബാങ്കുകളെ 1969 ഇന്ദിരാഗാന്ധി മാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സാർ ഇപ്പൊ എന്തിനാ ഈ ബാങ്കിന്റെ കാര്യം ഇവിടെ പറയുന്നത്? എനിക്കറിയുന്ന വാക്കാണ്. 2 വാക്കിന്റെ പേര് എന്താ? നാഷണലൈസേഷൻ. അപ്പൊ എന്റെ ചോദ്യം എന്താണ് നാഷണലൈസേഷൻ അല്ലെങ്കിൽ ദേശസാൽക്കരണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ അതിൽ ഭയങ്കര എക്സ്പേർട്ടായി. ആ മേഖല ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഗവൺമെന്റ് ദേശസാൽക്കരണം കൊണ്ടുവരാൻ പോവുകയാണ്. എന്ത്? ബസ്സുകളിൽ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമേ ഉണ്ടാവുള്ളൂ? അതെ. പ്രൈവറ്റ് ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. അപ്പൊ ദേശസാൽക്കരണം നിങ്ങൾക്ക് മനസ്സിലായോ? അതെ. അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധി യുഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, രണ്ടാമത്തെ അല്ലെങ്കിൽ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. ഇതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യമാണ് എന്ത്? ദേശസാൽക്കരണം അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും ഉയർന്ന ലെവലിലാണ് ഉള്ളത്. ഒരു പ്രൈവറ്റ് ആൾക്ക് ഒരു ഷോപ്പ് തുടങ്ങണ എന്താണ്? ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ആരുടെ ഷോപ്പ് മാത്രമേ ഉള്ളൂ? ഗവൺമെന്റ് ഷോപ്പ് മാത്രമേ ഉള്ളൂ. ബസ്സിൽ കയറണമെങ്കിൽ KSRTC. ഓക്കെ അല്ലെ? എന്താ പറയാ? ഡ്രസ്സ് വാങ്ങണമെങ്കിൽ ബോംബെ ഡൈ. എന്താ പറയാ? കാറ് വാങ്ങണമെങ്കിൽ അംബാസിഡർ കാർ. വാച്ച് വാങ്ങണമെങ്കിൽ HMT. എല്ലാം ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ്. സ്വകാര്യ മേഖല ഉണ്ടാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇല്ല എന്ന് പറയും. അപ്പൊ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ എന്താ മനസ്സിലായ? പബ്ലിക് എക്കണോമി എന്നാണ് അതിന് പറയുക. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഗവൺമെന്റിന്റെ സാധനം മാത്രമേ ഉള്ളൂ, വേറെ ആരുടെങ്കിലും ഉണ്ടാ? ഇല്ല. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സർ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അവരുടെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ എന്താ വളരെ ചെറിയ സമയമായിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ ചോദിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ഒരു പ്രത്യേക കാർ മാത്രമേ ഉണ്ടാവൂ. ആ കാറിന്റെ പേരാണ് അംബാസിഡർ കാർ. വെള്ള നിറത്തുള്ള കാറായിരിക്കും. വേറെ ഒരു കാറും എന്ത് ചെയ്യില്ല, കിട്ടാനുള്ള വകുപ്പ് വളരെ കുറവായിരിക്കും. HMT എന്ന് പറഞ്ഞൊരു വാച്ച് ഉണ്ടാവും. ആ വാച്ച് അല്ലാതെ വേറൊരു വാച്ച് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, ഇനി അതേപോലുള്ള സംഭവമാണ് എന്താ? ബോംബെ ഡൈന്നോ അല്ലെങ്കിൽ എന്താ സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെന്റ് കോട്ടൺ ഡ്രസ്സ് ഉണ്ടാവും, അത് അനുവദിച്ച ഡ്രസ്സ് ഉണ്ടാവും. അതല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഇനിയും സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോ കല്യാണ വീടുകളിലൊക്കെ ഒരു മഞ്ഞ വെള്ളം കലക്കി കൊടുക്കും.
ടാങ്ക്, രസ്ന എന്നൊക്കെയാണ് അതിന് പറയാം. ആ മഞ്ഞ വെള്ളം കിട്ടണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലും എന്ത് ചെയ്യണം, ഇന്ത്യയിലേക്ക് ആ ടാങ്ക് കൊണ്ടുവരണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ വാക്ക് മനസ്സിലായോ? പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. എല്ലാം ആരുടെ കയ്യിലാ? ഗവൺമെന്റ് കയ്യിലാ. കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താ? എന്റെ മക്കളെ എല്ലാവരുടെ കയ്യിലും അംബാസഡർ കാറാണ്, വെള്ളക്കാറാണ്, എല്ലാവരും ഈക്വൽ ആയ. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ കയ്യിലും HMT വാച്ചാണ്. എന്താ? ഗോൾഡൻ കളർ HMT വാച്ചാണ്, വേറൊരു കളറും ഇല്ല. വില എന്താണ്? സെയിം ആണ്. നമ്മൾ ഈക്വൽ ആയ ആയി. ഓക്കെ അല്ലേ? അത് ഈക്വൽ ആക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി മാം ചെയ്ത പരിപാടിയുടെ പേരെന്താ? ജവഹർലാൽ നെഹ്റുജി ചില പ്രത്യേക മേഖലകൾ ദേശസാൽക്കരിച്ചു. ഓക്കെ അല്ലേ? ഇന്ദിരാഗാന്ധി മാം എല്ലാത്തിനും പിടിച്ചെന്ത് ചെയ്ത്? ദേശസാൽക്കരിച്ച്. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞ്? സ്വകാര്യ മേഖല വേണ്ട, എന്തു മതി? പൊതുമേഖല മതി എന്ന് പറഞ്ഞു. രണ്ട് വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ? ഒന്നിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ഒന്നിന്റെ പേരാണ് പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. ഓക്കെ അല്ലേ? കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഈക്വൽ ആക്കാൻ. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഒറ്റ കാറ് ഏത്? അംബാസിഡർ. ഒറ്റ വാച്ച് ഏത്? HMT. പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ എന്താ? ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാ ചെയ്തത്? ദേശസാൽക്കരണം വഴി. എന്താ ദേശസാൽക്കരണം വെച്ച് കഴിഞ്ഞാൽ ആ മേഖല ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റ് കയ്യിലായിരിക്കും. അങ്ങനെ സ്വകാര്യ മേഖല ഉണ്ടാവോ? സ്വകാര്യ മേഖല ഉണ്ടാവില്ല. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ എന്റെ ലാസ്റ്റ് ചോദ്യം നിങ്ങളോട്. ഓക്കെ അല്ലെ? നിങ്ങൾക്ക് ജോലി തരാൻ PSC എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും, ഗവൺമെന്റ് സ്ഥാപനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. 2025 കേരളത്തില് തൊഴിലില്ലായ്മ കൂടുകയോ കുറയോ? ഉറപ്പായും കൂടും. കുറയുന്ന ആരെങ്കിലും വിചാരിച്ചിട്ട് എന്റെ ചോദ്യം അവരോട്. ഓക്കെ അല്ലെ? 5 ലക്ഷം പേര് എഴുതിയിട്ട് 1000 പേർക്കോ 500 പേർക്കോ എന്ത് ചെയ്യുന്നുള്ളൂ? ജോലി കിട്ടുന്നുള്ളൂ. ബാക്കി 4,995,500 പേരും തിരിച്ചു വരുമല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊഴിലില്ലായ്മ എന്ത് ചെയ്യും? കൂടുതലല്ലേ ചെയ്യാ. അപ്പൊ ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണ്? തൊഴിലില്ലായ്മ കൂടി. ഓക്കെ, എന്തുകൊണ്ടാ? പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, അയാളല്ല പറഞ്ഞ് പ്രൈവറ്റ് ഉണ്ടാവില്ല, അതെങ്ങനെയാ? ഡൗട്ട്, പ്രൈവറ്റുകാർ പണിയെടുക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിന്റെ സവിശേഷതകൾ നമ്പർ 1, ഒരു വ്യവസായം തുടങ്ങുന്നതിന് ലൈസൻസ് വേണം. സാർ ഇപ്പോഴും ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കട തുടങ്ങാൻ പറ്റില്ല. കട തുടങ്ങുന്നതിന് മാത്രമല്ല, കട തുടങ്ങുന്നതിന് വേണം, സ്ഥാപനം അടച്ച് പൂട്ടാൻ വേണം, എത്ര ഉൽപ്പാദിപ്പിക്കണം എന്ന് വേണം, അതിന്റെ അളവ് തീരുമാനിക്കണം, അതിന്റെ വിലയും തീരുമാനിക്കണം. സാർ മനസ്സിലായില്ല? ഓക്കെ അല്ലേ? ഗവൺമെന്റ് നിങ്ങളോട് പറയും എന്ത്? ഈ സാധനം ഉണ്ടാക്കുക. സാർ എനിക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? കൊക്കക്കോളയുടെ വേറെ വെറൈറ്റിയാണ്, ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, കരിക്ക് ഉണ്ടാക്കിക്കോ. കരിക്ക് കേട് വരും, എനിക്കറിയില്ല. ഓക്കെ അല്ലേ? സാർ എനിക്ക് ഉണ്ടാക്കേണ്ടത് പോളിയസ്റ്റർ തുണിയാണ്, പറ്റില്ല മക്കളെ, പറ്റില്ല. കോട്ടൺ ഉണ്ടാക്കിക്കോ. കോട്ടൺ ആണെന്ത്? ഏറ്റവും ബെസ്റ്റ്. സാർ എനിക്കൊരു കാർ ഉണ്ടാക്കണം, കാർ എന്താണ്? മാരുതി സുസുക്കി, പറ്റില്ല പറ്റില്ല പറ്റില്ല. എന്തുണ്ടാക്കുക? എന്താണ്? അംബാസഡർ ഉണ്ടാക്കുക. ഓക്കെ, ശരി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ഒരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ സ്ഥാപനം ഉണ്ടാക്കുന്ന ലൈസൻസ് വേണം. ഓക്കെ, എത്ര ഉൽപ്പന്നം? ഇനി അംബാസഡർ കാർ നിങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, 100 എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. 101ാമത്തെ ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്ഥാപനത്തിൽ ലൈസൻസ്. ആകെ എത്ര ഉണ്ടാക്കാൻ പറ്റുക? 100 എണ്ണം. ആ ഒരു അംബാസഡർ കാറിന്റെ വില ആരാ തീരുമാനിക്കുക? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക. അപ്പൊ നിങ്ങളാണോ തീരുമാനിക്കുക? അല്ല. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്കൊരു ഒരു സ്ഥാപനമുണ്ട്, സ്ഥാപനം ആരംഭിക്കുന്ന ലൈസൻസ് വേണം. എന്താ ഉണ്ടാക്കാന്ന് ആര് തീരുമാനിക്കുക? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക. 2, അതിന്റെ വില ആര് തീരുമാനിക്കുക? ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക. ഈ സ്ഥാപനം ഓടിച്ചുകൊണ്ടുപോയി പറ്റുമോ? ഈ സ്ഥാപനം പൊളിയില്ലേ? ഇനി പൊളിഞ്ഞിട്ട് ഞാൻ അടച്ചുപൂട്ടിയിട്ട് സ്ഥാപനം പൂട്ടി, എന്റെ സ്ഥാപനം, എന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ അടച്ചുപൂട്ടി പോകണമെന്ന് വിചാരിക്കുക. അപ്പോഴും എന്ത് ചെയ്യണം? ഗവൺമെന്റ് ലൈസൻസ് വാങ്ങണം. അപ്പൊ എന്റെ ചോദ്യം, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളിൽ ആരാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഉണ്ടെങ്കിൽ ആ കമന്റിൽ ഒന്ന് പറഞ്ഞു ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്ന വെച്ചാൽ ഒന്ന് കൈവൊക്കെ. ഓക്കെ അല്ലേ? കൈവൊക്കി ഒരാൾ ഉണ്ടാവില്ല. ആണല്ല? ഇപ്പൊ മനസ്സിലായ എന്താണ്? സ്വകാര്യ മേഖല ഇല്ല. എന്താണ്? എല്ലാം എന്താണ്? ഗവൺമെന്റ് കയ്യിലാണ്. ഒന്നാമത്തെ കേസ്. ഓക്കെ അല്ലേ? 2, പല വ്യവസായങ്ങളിലും സ്വകാര്യ മേഖല അനുവദിക്കില്ല. 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 ആ സാധനം ഉണ്ടാക്കാൻ ആർക്കേ പറ്റുള്ളൂ? ചെറുകിട ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. സാർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്തൊരു കുടുംബശ്രീ ചേച്ചി ഉണ്ടെന്ന് വിചാരിക്കും. ആ ചേച്ചി ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ഉണ്ണിയപ്പം. അംബാനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. കുടുംബശ്രീ ചേച്ചി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് വില 35 രൂപ, അംബാനി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ വില 10 രൂപ. ഓക്കെ, അപ്പൊ എല്ലാവരും ഏതാ വാങ്ങുള്ളൂ? അംബാനി ഉണ്ടാക്കുന്ന വാങ്ങും. അപ്പൊ എങ്ങനെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിനെ എങ്ങനെ രക്ഷിക്കും? ഓക്കെ അല്ലേ? ആ കിടക്കുന്ന വഴി എന്താണ്? നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ട. ആര്? അംബാനി ഉണ്ണിയപ്പത്തിൽ കയറി ഇടപെടണ്ട.
ഓക്കെ. ഉണ്ണിയപ്പം ആരുണ്ടാക്കും? നമ്മുടെ കുടുംബശ്രീ ചേച്ചി ഉണ്ടാക്കും. അതിന്റെ വിലയൊക്കെ ആര് നിശ്ചയിക്കും? കുടുംബശ്രീ ചേച്ചി നിശ്ചയിക്കും. എന്നിട്ട് അതിന്റെ ലാഭം കൊണ്ട് ആര് പോകും? കുടുംബശ്രീ ചേച്ചി പോകും. അവരുടെ വീട്ടിൽ എന്ത് ചെയ്യും? 3 നേരം ചോറ് കിട്ടും. ഓക്കെ. അമ്പാനി നിങ്ങൾ എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും വലിയ വലിയ പണി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. സാർ ഇപ്പൊ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി യുഗത്തിലാണ്. ഞാൻ 90 കൂടി ആയിട്ടില്ല. ഓക്കെ അല്ലേ? ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 70കളിലാണ്. ഓക്കെ. ഇത്രയും മനസ്സിലായ? ഇത്രയും മനസ്സിലായി. ഓക്കെ അല്ലേ? വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതും വിതരണവും ഒക്കെ ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രൈവറ്റ് ഉണ്ടാവോ? ഇല്ല. എല്ലാം പൊതുമേഖലയാണോ? ആണ്. എല്ലാവരുടെ കയ്യിലും ഒരേ സാധനമാണോ? ആണ്. അങ്ങനെ ഈ സമ്പദ് വ്യവസ്ഥ എന്തായിരുന്നു? അടച്ച സമ്പദ് വ്യവസ്ഥയായിരുന്നു. അടഞ്ഞത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിദേശത്തു നിന്ന് ഒരു സാധനം വരില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ഒപ്പോ ഉണ്ടാ? ഇല്ല. ഒപ്പോ, വിവോ, റെഡ്മി, ഐഫോൺ, സാംസങ് എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. സോണി, IFC എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. കൊക്കോകോള, പെപ്സി എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. പിസ, ബർഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. KFC ഉണ്ടാ? ഇല്ല. ഓക്കെ അല്ലേ? ഗുച്ചി ബാഗ് ഉണ്ടാ? ഇല്ല. പിന്നെ എന്താ സാർ ഉള്ളത്? കൊക്കോള കുടിക്കണ്ട, പോയിട്ട് എന്ത് ചെയ്യുക? കരിക്ക് വെള്ളം കുടിക്കുക. ഓക്കെ അല്ലേ? ഗുച്ചി ബാഗ് വേണ്ട, ഖാദി ബാഗ് വാങ്ങുക. ഓക്കെ ഫൈൻ. എന്താ പറയാ, എന്താ പറയാ, ഐഫോൺ വേണ്ട, BSNL ഫോൺ ഇവിടെ എന്ത് ചെയ്യുക? ഇത്രയും മനസ്സിലായ? ഓക്കെ അല്ലേ? അപ്പൊ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതാണ് ഇന്ദിരാഗാന്ധി യുഗം. ഓക്കെ. ഇനി നമ്മൾ അവിടുന്ന് നവസാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ അല്ലേ? ഒരു 80 തൊട്ട് 90 വരെയുള്ള കാലഘട്ടമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 85 തൊട്ട് 90 വരെ. ഓക്കെ അല്ലേ? ഈ ഒരു കാലഘട്ടമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കാരണം 1984 ഇന്ദിരാഗാന്ധി മാം മരണപ്പെടുക. അപ്പൊ 85 തൊട്ട് 90 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടായി, പ്രശ്നത്തിന് സൊല്യൂഷൻ കാണണം. ഓക്കെ. അപ്പൊ നവസാമ്പത്തിക പരിഷ്കാരത്തിൽ നയിച്ചതെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. തൊട്ടു മുമ്പ് നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ പഠിച്ചത് ഇന്ദിരാഗാന്ധി മാമിന്റെ കാലഘട്ടത്തിൽ എല്ലാം എന്താണ്? ഗവൺമെന്റ് കയ്യിലാണ്. അങ്ങനെയാണ് എന്റെ ചോദ്യം. ഗവൺമെന്റ് ആണ് സാധനം ഉണ്ടാക്കുന്നതെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം തകർന്നു കഴിഞ്ഞാൽ ഇപ്പോ സാധനം ഉണ്ടാ? ഇല്ല. സാധനം ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റുമോ? ഇല്ല. പുതിയ ആള് വരുമോ? ഇല്ല. കാരണം പ്രൈവറ്റ് ഇല്ല. ഓക്കെ. അങ്ങനെ എന്റെ ചോദ്യം, സാധനം ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് സാധനം ഉണ്ടാക്കാൻ സാധനം ഉണ്ടാ? ഉപയോഗിക്കാൻ സാധനം ഉണ്ടാ? ഇല്ല. ഇവിടെ സാധനം ഉണ്ടെങ്കിൽ എങ്ങനെ കയറ്റുമതി ചെയ്യുക? ഇല്ല. മൊത്തത്തിൽ സാധനം ഇല്ല. സാധനം ഇല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടുവോ? കൂടില്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു? ചാള അല്ലെങ്കിൽ മത്തി വാങ്ങാൻ വേണ്ടി പോയി. ഓക്കെ. സാധാരണ ദിവസങ്ങളിൽ മത്തിയുടെ വില 50 രൂപ. ട്രോളിംഗ് നിരോധനം വന്നു. ഓക്കെ. അങ്ങനെ മത്തിയുടെ വില എന്തായി? 150, 200, 250 വരെ പോയി. എന്തുകൊണ്ടാ? സാധനമില്ല. സാധന വില എന്ത് ചെയ്യും? കൂടും. ഓക്കെ. അപ്പൊ എന്താ ഒന്നാമത്തെ പ്രശ്നം? പൊതുമേഖലാ സ്ഥാപനം തകർന്നു. നമ്മുടെ ഈ സാധനം ഉണ്ടാ? ഇല്ല. നമ്മുടെ ആവശ്യം സാധനം ഉണ്ടാ? ഇല്ല. കയറ്റുമതിക്ക് സാധനം ഉണ്ടാ? ഇല്ല. കയറ്റുമതി ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സംഭവം കിട്ടില്ല. അതിന്റെ പേരെന്താ? ഫോറിൻ കറൻസി, വിദേശ പണം. എന്തിനാ സാർ വിദേശ പണം വേണ്ടത്? നമുക്കൊരു സാധനം വാങ്ങാൻ. അതിന്റെ പേരെന്താ? എണ്ണ വാങ്ങണം. റിലാക്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ എന്തില്ല? വിദേശ പണമില്ല. വിദേശ പണം ഇല്ലാത്തതിന്റെ കാരണം എന്താ? കയറ്റുമതിക്ക് സാധനമില്ല. എന്തുകൊണ്ടാ കയറ്റുമതിക്ക് സാധനം ഇല്ലാത്തത്? എന്റെ മക്കളെ ഉപയോഗത്തിനേ സാധനമില്ല. പിന്നെ എങ്ങനെ കയറ്റുമതി ചെയ്യാൻ പറ്റുക? ഓക്കെ. പ്രോബ്ലം നമ്പർ 2, അതിന്റെ പേരാണ് BOP പ്രതിസന്ധി, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്, അല്ലെങ്കിൽ എന്താ? അടവ് ശിഷ്ട പ്രതിസന്ധി. ഓക്കെ. അപ്പൊ എന്താണ് BOP ക്രൈസിസ് എന്ന് പഠിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യുക? ഒരു ടേബിൾ വരയ്ക്കുക. ഇപ്പൊ എന്തിനാ സാറ് ടേബിൾ വരയ്ക്കേണ്ടത്? ടേബിളിന് 2 സൈഡിൽ 2 കാര്യങ്ങൾ എഴുതുക. ഒന്നിന്റെ പേര് കയറ്റുമതി, ഒന്നിന്റെ പേര് ഇറക്കുമതി. ഓക്കെ. ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ ഇറക്കുമതി ചെയ്യണ? ചെയ്യണം. ഓക്കെ അല്ലേ? കയറ്റുമതി ചെയ്യണം. കയറ്റുമതിയാണോ ഇന്ത്യക്ക് ബെസ്റ്റ്, ഇറക്കുമതിയാണോ ഇന്ത്യക്ക് ബെസ്റ്റ്? ഒരു രാജ്യത്തിന് കയറ്റുമതിയാണോ നല്ലത് അതോ ഇറക്കുമതിയാണോ നല്ലത്? എല്ലാവരും പറയാ കയറ്റുമതി. എന്തുകൊണ്ടാ? ഇവിടെ നിന്ന് കയറ്റി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അവിടെ നിന്ന് ഇറക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈസ പോകും. അപ്പൊ ഇറക്കുമതി ഒരു ചെലവാണോ? അതെ. കയറ്റുമതി ഒരു വരവാണോ? അതെ. ഒരു രാജ്യത്തിന് മാത്രമല്ല, നമ്മുടെ വീട്ടിലും എന്താ വേണ്ടത്? വരവാണോ വേണ്ടത്? ചെലവാണോ വേണ്ടത്? വരവ്. അങ്ങനെ BOPയിൽ എത്ര കോളം ഉണ്ട്? 2 കോളം. എന്തൊക്കെയാ കോളത്തിന്റെ പേര്? കയറ്റുമതി, ഇറക്കുമതി. കയറ്റുമതി ചെയ്യാൻ സാധനം ഉണ്ടാ? ഇല്ല.
എന്തുകൊണ്ടാ? പൊതുമേഖലാ സ്ഥാപനം തകർന്നു. കയ്യിലുള്ള ഉപയോഗത്തിനേ സാധനമില്ല, പിന്നെ എങ്ങനെ കയറ്റുമതിക്ക് സാധനം ഉണ്ടാവുക? ആണ്. അങ്ങനെ കയറ്റുമതിക്ക് സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വിദേശ പണം ഉണ്ടാ? ഇല്ല. അങ്ങനെ വിദേശ പണം നമ്മുടെ കയ്യിലില്ല. എത്ര ആഴ്ചക്കുള്ളതേ ഉള്ളൂ? 2 ആഴ്ചക്കുള്ളതേ ഉള്ളൂ. ഇത്രയും മനസ്സിലായ? അപ്പൊ പ്രോബ്ലം നമ്പർ 2, BOP പ്രതിസന്ധി. BOP-യുടെ ഫുൾ ഫോം ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി. അതിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് അടവ് ശിഷ്ട പ്രതിസന്ധി. അപ്പൊ ശിഷ്ടം എന്ന് വെച്ചാൽ എന്താ? ബാക്കി കിട്ടുന്നത്. കയറ്റുമതി ഉണ്ട്, ഇറക്കുമതി ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം? ബാക്കി കിട്ടണം. ബാക്കി കിട്ടണമെങ്കിൽ കയറ്റുമതി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം, ആരെക്കാളും ഇറക്കുമതിയേക്കാളും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രശ്നമാണ്, പ്രധാനമായിട്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സംഭവത്തിന്റെ പേരാണ് എണ്ണ. ഇപ്പോഴായാലും ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, സൗദി, ഒമാൻ, റിയാൽ, ഖത്തർ, UAE ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എണ്ണ തരില്ല എന്ന് ഇന്ത്യക്ക് പറഞ്ഞ ഇന്ത്യയിൽ എന്ത് ചെയ്യും? ഇന്ത്യയിൽ ഉപ്പ് തൊട്ട് കൽപ്പുരം വരെ എല്ലാം കൂടും. റഷ്യ എണ്ണ തരില്ല പറഞ്ഞാൽ എന്താവും? ഉപ്പ് തൊട്ട് കൽപ്പുരം വരെ എല്ലാം കൂടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എണ്ണ വാങ്ങാൻ വേണ്ടി ഞാൻ സൗദിയിൽ പോയിട്ട് സൗദി രാജാവ് എന്ന് പറഞ്ഞു, ഇതാ ഗാന്ധിജിയുടെ നോട്ട്, ഓക്കെ എന്ത് ചെയ്യുക? എണ്ണ തരിക. അപ്പൊ സൗദി രാജാവ് എന്ന് പറഞ്ഞു, എനിക്ക് ഗാന്ധിയുടെ നോട്ട് വേണ്ട, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഫോറിൻ കറൻസിയാണ് വേണ്ടത്. ആര് പറഞ്ഞ്? സൗദി രാജാവ് പറഞ്ഞ് ഫോറിൻ കറൻസി എനിക്ക് ഇന്ത്യക്ക് എങ്ങനെ കിട്ടുക? കയറ്റുമതി ഉണ്ടെങ്കിൽ. കയറ്റുമതി ചെയ്യാൻ സാധനമില്ല. അപ്പൊ എണ്ണ എന്തില്ല? കയ്യിലില്ല. അപ്പൊ ഉൽപ്പന്നങ്ങളുടെ വില എന്ത് ചെയ്തു? വീണ്ടും വർദ്ധിച്ചു. ഇനിയുള്ള ചോദ്യം, ഓക്കെ അല്ലേ? പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയുടെയും വില കൂടില്ലേ? എല്ലാ പലചരക്കിന്റെയും വില കൂടില്ലേ? സാധനങ്ങളുടെ വില കൂടില്ലേ? കൂടും. പ്രോബ്ലം നമ്പർ 3. ഓക്കെ. പ്രോബ്ലം നമ്പർ 4, നികുതി പ്രതിസന്ധി. ഓക്കെ. ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്താ? ടാക്സ് അല്ലെങ്കിൽ നികുതി. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഓക്കെ. 2 രീതിയിലാണ് പ്രധാനമായിട്ടും ഗവൺമെന്റ് നികുതി കിട്ടുക. ഒന്നിന്റെ പേര് ആദായ നികുതി, ഒന്നിന്റെ പേര് കോർപ്പറേറ്റ് നികുതി. കോർപ്പറേറ്റ് നികുതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ എവിടെ നിന്നാണ് കിട്ടുക? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന്. പ്രൈവറ്റ് ഉണ്ടാ? ഇല്ല. പൊതുമേഖലാ സ്ഥാപനം പൊളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ നികുതി കിട്ടുവോ? ഇല്ല. ഓൾറെഡി തൊഴിലില്ലായ്മ ഉണ്ടാ? ഉണ്ട്. പൊതുമേഖലാ സ്ഥാപനം ഉള്ളവർക്ക് തൊഴിലില്ലായ്മ പോയാ പോയി. ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാ? ഇല്ല. സാധന വില കൂടിയിട്ടുണ്ടാ? ഉണ്ട്. ആരെങ്കിലും സാധനം വാങ്ങുവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇൻകം ടാക്സ് കൊടുക്കുക? ഓക്കെ അല്ലേ? ഇൻകം ടാക്സ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. ഗവൺമെന്റ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പ്രോബ്ലം നമ്പർ 5, ഉയർന്ന ധനക്കമ്മി. ധനക്കമ്മി എന്ന് വെച്ചാൽ എന്താ? പൈസ ഇല്ല. ധനക്കമ്മി എവിടെ അറിയുക? അതിനുവേണ്ടി ഒരു ടേബിൾ നോക്കണം. ടേബിളിന്റെ പേര് എന്താ? ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ എന്ത് പറ്റി? ധനക്കമ്മി ഉണ്ടായി. എന്തുകൊണ്ട് ധനക്കമ്മി ഉണ്ടായി? വരവില്ല. ചെലവുണ്ടാ? ഉണ്ട്. അത് ചെലവുള്ളത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരാം. 2 മാസം നിങ്ങൾക്ക് സാലറി കിട്ടില്ല എന്ന് വിചാരിക്കൂ. വരവില്ല. കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കണ്ടേ? റീചാർജ് ചെയ്യണ്ടേ? ഓക്കെ അല്ലെ? ഭക്ഷണം വാങ്ങണ്ടേ? പച്ചക്കറി പലചരക്ക് വാങ്ങണ്ടേ? വീടിന്റെ വാടക ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? EMI ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ? EMI ഉള്ള ബാങ്കിന്റെ അടുത്ത് പോയിട്ട് സാറേ എനിക്ക് 2 മാസം എന്ത് കിട്ടിയിട്ടില്ല? സാലറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ EMI കാരൻ വിടുവോ? ഇല്ലല്ലോ. അപ്പൊ അവരെന്ത് പറയും? അതെനിക്ക് പ്രശ്നമല്ല, വീട് ഞാൻ എന്ത് ചെയ്യും? ജപ്തി എന്ന് പറയില്ലേ? അത് തന്നെയാണ് പ്രശ്നം. ചെലവുണ്ട്, വരവില്ല. ഓക്കെ. ഹോസ്പിറ്റൽ ഉണ്ടാക്കണ്ടേ? ഡോക്ടർമാർക്ക് പൈസ കൊടുക്കണ്ടേ? റോഡ് ഉണ്ടാക്കണ്ടേ? അതിനൊക്കെ ചെലവില്ലേ? ആ ചെലവ് മാറ്റാൻ പറ്റുമോ? ഇല്ല. വരവുണ്ടാ? ഇല്ല. അപ്പൊ എന്താണ്? ഉയർന്ന ധനക്കമ്മി. ഓക്കെ. ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ? ഓക്കെ. അപ്പൊ കാരണം നമ്പർ 1, 2, 3, 4 എഴുതിയിട്ടുണ്ട്. സർക്കാരിന് ഉയർന്ന ധനക്കമ്മി. പ്രോബ്ലം നമ്പർ 5 ആണോ? അതെ. ഉയർന്ന ധനക്കമ്മി ഉണ്ടായിരുന്നു. അവശ്യ വസ്തുക്കളുടെ വില വർധനവ്. ഓക്കെ. ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. എന്തുകൊണ്ടാ? എണ്ണ ഇറക്കുമതി പ്രതിസന്ധി ഉണ്ട്. അതേപോലെ എന്ത് പ്രതിസന്ധി ഉണ്ട്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. ഇത് രണ്ടും കാരണം ഉൽപ്പന്നങ്ങളുടെ വില എന്ത് ചെയ്തു? വർദ്ധിച്ചു. കുറഞ്ഞ വിദേശ നാണയ കരുതൽ ശേഖരം അല്ലേ? എവിടെയാണ് വിദേശ നാണയ കരുതൽ ശേഖരം? നമുക്ക് പ്രശ്നം മനസ്സിലായത് BOP-യില്. BOP എന്ന് വെച്ചാൽ എന്താ? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു സ്ഥലത്ത് കയറ്റുമതി, ഒരു സ്ഥലത്ത് ഇറക്കുമതി. അത് കയറ്റുമതി ചെയ്യാൻ സാധനം ഉണ്ടാ? ഇല്ല. ഈ 3 കാരണവും കാരണമാണോ? പ്രോബ്ലംസ് ആണോ?
അതെ. പരിഷ്കാരങ്ങൾ വരാനുള്ള കാരണമാണോ? അതെ. 4 സമ്പദ് വ്യവസ്ഥയുടെ ഘടനാപരമായ മാറ്റം. എത്ര ഘടന നിങ്ങൾക്ക് അറിയാം? 3. ഒന്നാമത്തെ ഘടന ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം, രണ്ടാമത്തെ ഘടന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം, മൂന്നാമത്തെ ഘടന നരസിംഹറാവുവിന്റെ കാലഘട്ടം, നവ സാമ്പത്തിക പരിഷ്കാരം. ഇന്ത്യക്ക് 3 സാമ്പത്തിക ഘടനാ പരിഷ്കാരമുള്ളത് ഞാൻ പറഞ്ഞത്. അതെ. ആദ്യം ഞാൻ പറഞ്ഞ വാക്കെന്താ? നവ സാമ്പത്തിക പരിഷ്കാരത്തിലെ നവം എന്ന് വെച്ചാൽ 91-ലാണ്, അല്ലാതെ എന്തല്ല 2025-ലല്ല എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സമ്പത്തിൽ എത്ര ഘടനയുണ്ട്? 3 ഘടനയുണ്ട്. ഇത്രയും നേരം പറഞ്ഞിട്ട് ഞാൻ സമ്പദ്ഘടനയുടെ ഘടന മാറ്റിയിട്ടുണ്ടാ? അവ മാറ്റാൻ പോണേ ഉള്ളൂ, മാറ്റാൻ പോണേ ഉള്ളൂ. അങ്ങനെ ഘടനാപരമായ മാറ്റം എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റ് ആണോ, ഒരു എന്താണ്, ഒരു ഔട്ട്പുട്ട് ആണോ, അല്ലെങ്കിൽ അതിനുള്ള കാരണമാണോ? കാരണമല്ല, അത് അതിന്റെ ഔട്ട്പുട്ട് ആണ്. കാരണങ്ങൾ നമ്മൾ 1, 2, 3, 4 കൊണ്ട് പ്രോബ്ലം പഠിക്കുന്നുണ്ട്. പ്രോബ്ലം നമ്പർ 1 പൊതുമേഖലാ സ്ഥാപനം തകർന്നു. പ്രോബ്ലം നമ്പർ 2 BOP പ്രതിസന്ധി, അടവുശിഷ്ട പ്രതിസന്ധി. പ്രോബ്ലം നമ്പർ 3 എണ്ണ ഇറക്കുമതി പ്രതിസന്ധി. പ്രോബ്ലം നമ്പർ 4 നികുതി പ്രതിസന്ധി. പ്രോബ്ലം നമ്പർ 5 ഉയർന്ന ധനക്കമ്മി. ഓക്കെ അല്ലെ? അതിൽ 3 കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ എഴുതിയിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് കാരണങ്ങൾ, പ്രധാന കാരണങ്ങൾ. 4-മത്തെ എന്ന് പറയുന്നത് ഇഫക്റ്റ് ആണ്. അതായത് നമ്മൾ അത് ടിക്ക് ചെയ്യാൻ പോണത് 1, 2, 3. ഓപ്ഷൻ സി ആണ് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 5 പ്രശ്നം. ഓക്കെ, 5 പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുക. ഓക്കെ, ബേസിക് ആയ പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും പറയാൻ പോകുന്നത്. കയ്യിൽ എന്തില്ല? കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, കയ്യിൽ പൈസ ഇല്ല, സംഭവം വാങ്ങണം, എന്ത് ചെയ്യണം? ശമ്പളം കിട്ടിയിട്ടില്ല, വീട്ടിലെ ചെലവുണ്ട്. എന്താ മക്കളെ ആദ്യം ചെയ്യാ? കടം വാങ്ങും അല്ലെ? അതന്നെയാണ് ഇന്ത്യയും ചെയ്യാൻ പോകുന്നത്. ആരുടെ ആദ്യം കടം വാങ്ങുക? ഉറ്റ റിലേറ്റീവ്, ഉറ്റ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്തു? സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തു. 1 പ്രാവശ്യം ഞങ്ങൾ തിരിച്ചടച്ചില്ല, 2 പ്രാവശ്യങ്ങൾ തിരിച്ചടച്ചില്ല. 3-മത്തെ പ്രാവശ്യങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് മോനെ ഇനിയും പൈസ വേണം, ഒരു 10,000 രൂപ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട് തരുമോ ഇല്ലയോ? തരൂല. ഓക്കെ അല്ലേ? നിങ്ങളുടെ വില എന്ത് ചെയ്ത്? പോയി. കാരണം തിരിച്ചടവ് വൈകി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? പോയി. അപ്പൊ സഹോദരങ്ങൾ എന്ത് ചെയ്ത്? പൈസ കൊടുക്കാൻ പോകില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ബഹുമാനം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. നിങ്ങളുടെ എത്ര വലിയ ഫ്രണ്ട് ആണെങ്കിലും എന്താ പറയാ? ആദ്യം ആ പൈസ വാങ്ങിയ പൈസ അടക്കി. ഓക്കെ അല്ലേ? നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെ കടം വാങ്ങിയ പൈസ കൊണ്ട് കുടുംബം നടത്താൻ. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യ് എന്നല്ലേ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും പറയുക. ആണല്ലോ. ഇത് തന്നെയാണ് ഇന്ത്യയുടെ അവസ്ഥ. എല്ലായിടത്തും കടം വാങ്ങി, എന്തില്ല? തിരിച്ചടയ്ക്കാൻ കയ്യിൽ പൈസ ഇല്ല, ആകെ പ്രശ്നത്തിലാണ്. സൊല്യൂഷൻ നമ്പർ 1 എന്ത് ചെയ്തു? പൊളിഞ്ഞു. സൊല്യൂഷൻ നമ്പർ 2, ഇനി എന്താ ചെയ്യാ? ബാങ്കിൽ പോവാ. എന്താ ചെയ്യാ? ഒരു വീട്ടിൽ എന്തുണ്ടാവും? സ്വർണോ വീടിന്റെ ആധാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എവിടെ പോവാ? ബാങ്കിൽ പോവാ. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? ആധാരം വെച്ചിട്ടോ സ്വർണം വെച്ചിട്ടോ അല്ലെങ്കിൽ കാറ് വെച്ചിട്ടോ എന്ത് ചെയ്യും? പൈസ തരും. ഇത് തന്നെയാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ എന്ത് ചെയ്തു? ബാങ്കിൽ പോയി. ഇന്ത്യ അല്ലേ 2 ബാങ്കിലാണ് പോയത്. ഒന്നിന്റെ പേര് IBRD. IBRD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ സർ, ഇങ്ങനെ പറഞ്ഞാൽ എന്താ? ലോക ബാങ്ക് എന്നാണ് പറയുന്നത്. എന്നാ പിന്നെ ലോക ബാങ്ക് എന്ന് പറഞ്ഞാൽ പോലെ ഇതിനെ കഷ്ടപ്പെട്ട് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വർഷമാണ് 1945. 1945 പ്രത്യേകത എന്താ വെച്ചാൽ പറയാൻ പോകുന്ന കാര്യമാണ്. അവിടെ എന്ത് ചെയ്തു? 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ 45-ൽ യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിൽ ബോംബിടില്ലേ? ഇടും. ബോംബിട്ട കെട്ടിടം പൊളിയില്ലേ? പൊളിയും. അതിനെ വീണ്ടും കെട്ടണമെങ്കിൽ അതിന്റെ പേരെന്താ? റീകൺസ്ട്രക്ഷൻ. അപ്പൊ റീകൺസ്ട്രക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായ? ഓൾറെഡി കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിനെന്ത് ചെയ്തു? പൊളിച്ചിട്ട് വീണ്ടും കെട്ടാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ പേരാണ് എന്ത്? റീകൺസ്ട്രക്ഷൻ. അതിന് പൈസ വേണ്ടേ? വേണം. അതിന് ബാങ്കിൽ പോണ്ടേ? വേണം. എല്ലാവർക്കും പൈസ വേണ്ടേ? ലോകത്തുള്ള എല്ലാവരെയും ബാധിച്ച യുദ്ധമല്ല 2ാം ലോക മഹായുദ്ധം ആണ്. അങ്ങനെ അതിന്റെ പേരെന്താ? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ റീകൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? അവര് പറഞ്ഞു എന്ത്? അതിന്റെ പേര് മാറ്റിട്ട് എന്ത്? വേൾഡ് ബാങ്ക് ആക്കുക. അപ്പൊ എന്താണ് വേൾഡ് ബാങ്ക്? എന്താണ് IBRD? എന്താണ് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? 2ാമത്തെ പരിപാടിയാണ് IMF. അന്താരാഷ്ട്ര നാണയനിധി എന്നാണ് മലയാളത്തിൽ പറയാ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ അല്ലെ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ ബാങ്കിൽ പോയി. ആര് പോയി? നിങ്ങൾ ബാങ്കിൽ പോയി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ബാങ്കിൽ പോയി.
കയ്യിൽ പൈസ ഇല്ല, നയാ പൈസ ഇല്ല, കയ്യിൽ നയാ പൈസ ഇല്ല. സാർ പാട്ട് പാടരുത്, ഞങ്ങൾ എന്ത് ചെയ്യും? PSC പഠനം നിർത്തിയിട്ട് പോകും. ഇല്ലല്ല, പാടില്ല. കാര്യം പറഞ്ഞ കേൾക്ക്. ഓക്കെ, അവര് ബാങ്കിൽ പോയപ്പോ ബാങ്കിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്തു പറഞ്ഞു? നിന്റെ കയ്യിൽ എന്താണ് പണയം വെക്കാമോ എന്ന് ചോദിച്ചു. വീടുണ്ടാ? ഇല്ല സാർ. കാശ് കിട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? വീടുണ്ടാക്കാൻ. ശരി. സ്വർണ്ണം ഉണ്ടാ? ഇല്ല. കാശ് കിട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? സ്വർണ്ണം ഉണ്ടാക്കാൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് പറയും? ആദ്യം പോയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് വാ, അപ്പം എന്ത് ചെയ്യാ? കാശ് തരാന്നല്ലേ പറയാ. ശരി. അപ്പൊ ഞാൻ വേറൊരു ബാങ്കിൽ പോയി. വേറൊരു ബാങ്കിൽ പോയപ്പോ അവര് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ പൈസ തരാം. എന്താ സാർ വേണ്ടത്? ഒന്നും വേണ്ട. ഒന്നും വേണ്ട? ആ, വേണ്ട. എന്ത് ചെയ്താ മതി? നീ ഇപ്പൊ എന്താ കഴിക്കുന്നത്? പുട്ടും കടലയും കഞ്ഞിയും പയറും. ഇനി നീ അത് കഴിക്കണ്ട. എന്ത് ചെയ്താ മതി? പിസ്സ, ബർഗർ കഴിക്കുക. ശരി, ശരി, ഓക്കെ. നീ എത്ര മണിക്കൂർ വർക്ക് ചെയ്യാ? 8 മണിക്കൂർ. ഇനി അത് നടക്കില്ല. എത്ര മണിക്കൂർ മിനിമം വർക്ക് ചെയ്യണം? 16 മണിക്കൂർ മിനിമം വർക്ക് ചെയ്യണം. നീ നിന്റെ ഹെൽത്ത് നോക്കാറുണ്ടാ? ഇല്ല. ഓക്കെ, ഹെൽത്ത് നോക്കണം കേട്ടാ. എന്താ അത്ര എന്നോട് അത്ര വലിയ സ്നേഹമാണോ? സ്നേഹം കൊണ്ടൊന്നും അല്ല. ഓക്കെ, നിന്റെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ നീ എങ്ങനെ പണിയെടുക്കുക? അപ്പൊ ഹെൽത്ത് എന്ത് ചെയ്യണം? നോക്കണം. നിന്റെ ജീവിത ശൈലി നീ ഒന്ന് മാറ്റുക. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാ? പൈസ തരാം. എത്ര നല്ല ബാങ്ക്, എത്ര മനോഹരമായ ആചാരങ്ങൾ. ഒരു കടവും വേണ്ട, ഒരു സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. എന്തു മതി? ഞാൻ മാറിയാ മതി. എന്ത് ചെയ്യുന്നു? പൈസ തരുന്നത്. ഇതന്നെയാണ് IMF-ഉം IBRDയും ആരോട് പറഞ്ഞത്? ഇന്ത്യയോട് പറഞ്ഞത്. ഒന്ന് രണ്ടും അല്ല, $7 ബില്യൺ, അതായത് $700 കോടി എന്ത് ചെയ്തു? തരാന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അങ്ങനെ ലോക ബാങ്കിന്റെയും IMF-ന്റെയും നിബന്ധനകൾ അംഗീകരിച്ച് ഇന്ത്യ എന്ത് ചെയ്തു? NEP, ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഓക്കെ സർ, എന്താ ഈ നിബന്ധന? നിബന്ധന നമ്മൾ ഒന്ന്, ഈ വിദേശ വസ്തുക്കൾക്കായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുക? തുറന്നു കൊടുക്കുക. അപ്പൊ എന്റെ ചോദ്യം, ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥ അടഞ്ഞതായിരുന്നോ? അതെ. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥ അടഞ്ഞതായിരുന്നോ? അതെ. അടഞ്ഞത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആര് വരില്ല? വിദേശത്തുള്ള ആളുകൾ വരില്ല. ഇപ്പോൾ ആര് വരും? വിദേശത്തുള്ള ആളുകൾ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടേക്ക് ആര് വരും? ഒപ്പോ വരും, വിവോ വരും, സാംസങ് വരും, IFE വരും, സോണി വരും, എല്ലാവരും വരും. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ. വിദേശ വസ്തുക്കൾക്ക് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറന്നു കൊടുക്കുന്നു. ഇപ്പോൾ വിപണിയിൽ നിയന്ത്രണം ഉണ്ടാ? ഇപ്പോ എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നു. നിയന്ത്രണം ഉണ്ടാ? എന്ത്? എത്ര തുടങ്ങണം, എന്ത് തുടങ്ങണം, എത്രയാണ് വില, എല്ലാം ആര് നിശ്ചയിക്കുക? ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൽ ആർക്ക് പങ്കെടുക്കാൻ പറ്റില്ല? വലിയ വലിയ ആളുകൾ പങ്കെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അത് മൊത്തം എന്ത് ഇല്ലതാക്ക്, ഇല്ലതാക്ക്. അതെന്ത് ചെയ്യണ്ട? വേണ്ട, വേണ്ട. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം എന്താണ്? എന്താ പ്രശ്നം ആക്ച്വലി? ഓക്കെ, ഇവിടെ ഇന്ത്യയിൽ ഒരു ഫോൺ ഉണ്ട്, ഫോണിന്റെ പേരാണ് ഒപ്പോ. വിദേശത്ത് ഒരു ഫോൺ വരുന്നുണ്ട്, ഫോണിന്റെ പേരാണ് വിവോ. രണ്ടിന്റെയും വില 15,000 രൂപയാണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഫോൺ വാങ്ങും? ഡിപ്പെൻസ്. ഓക്കെ അല്ലേ? ഒപ്പോ കുറെ കാലമായിട്ട് ഇന്ത്യയിലുള്ളതാണ്, നമുക്ക് അറിയാം. ചിലപ്പോൾ ഒപ്പോ ഫോൺ വാങ്ങും, വിവോ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്, വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, IMF പറയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇറക്കുമതി തീരുവയും നികുതി എന്ത് ചെയ്യുക? കുറയ്ക്കുക. ആർക്ക് കുറയ്ക്കുക? വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് കുറയ്ക്കുക. അപ്പൊ ഒരു 15,000 രൂപയാണ് ഫോണിന്റെ വില എന്ന് വിചാരിക്കും. ഓക്കെ, അതില് ടാക്സസ് ഒരു 5,000 രൂപയായിരിക്കും. ആ 5,000 രൂപ ആർക്ക് പോകും? ഗവൺമെന്റിന് പോകും. ബാക്കിയുള്ള 10,000 രൂപയിൽ കമ്പനിയുടെ ലാഭം ഉൾപ്പെടെ, എന്തുൾപ്പെടെ? ലാഭം ഉൾപ്പെടെ, ലാഭം ഉൾപ്പെടെ എല്ലാവരുടെയും എന്തുണ്ടാവും? അതിലുണ്ടാവും. ഓക്കെ, ഒപ്പോടെ വിലയും 10,000 ആയിരിക്കും, വിവോയുടെ വിലയും 10,000 എന്ത് ലാഭമാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഫൈൻ. ഒപ്പോയുടെ വില 15,000 രൂപ, വിവോയുടെ വില 15,000 രൂപ, ടാക്സ് എല്ലാം കൂട്ടിയിട്ട്. വിവോയ്ക്ക് ഗവൺമെന്റ് എന്ത് ചെയ്തു? ടാക്സ് കുറച്ചു കൊടുത്തു, 5,000 രൂപ കുറച്ചു. ഇപ്പൊ വിവോയുടെ വില എന്തായി? 10,000 രൂപ. ഒപ്പോയുടെ വില എന്ത് തന്നെയാണ്? 15,000 രൂപ. ആർക്ക് മാത്രമേ ടാക്സ് കുറച്ച് കൊടുത്തിട്ടുള്ളൂ? വിദേശ കമ്പനിക്ക് മാത്രം. ഓക്കെ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. 15,000 രൂപയ്ക്ക് ഒപ്പോ വാങ്ങാം, 15,000 രൂപയ്ക്ക് എന്താണ് നമ്മുടെ ആരായിരുന്നു കമ്പനിയുടെ പേരെന്തായിരുന്നു? പെട്ടെന്ന് ഞാൻ പേര് മറന്നല്ല. ഒപ്പോ, വിവോ, നമ്മുടെ സ്വന്തം കമ്പനിയുടെ പേരെന്തായിരുന്നു? സാംസങ്. ഏത് കമ്പനിയാണ് പറഞ്ഞത്? മൈക്രോമാക്സ്. ഓക്കെ അല്ലേ? സോറി. അപ്പോ 15,000 രൂപയ്ക്ക് വേണമെങ്കിൽ മൈക്രോമാക്സ് വാങ്ങാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 10,000 രൂപയ്ക്ക് വിവോയോ ഒപ്പോയോ വാങ്ങാം. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ ഏതാ വാങ്ങുക?
വിവോ. ഓക്കെ അല്ലേ? നമ്മുടെ മൈക്രോമാക്സിന് 15,000 രൂപയെന്ന് വില കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. 5,000 രൂപ ടാക്സ് ആണ്. 10,000 രൂപയെന്ന് വില കുറച്ചാൽ എന്ത് കിട്ടില്ല? ലാഭം കിട്ടില്ല. അപ്പൊ ഏത് കമ്പനി പൊളിയും? മൈക്രോമാക്സ് പൊളിയും. ഏത് വളരും? ഒപ്പോ വിവോ വളരും. ഓക്കെ അല്ലേ? അങ്ങനെ ഞാൻ നിങ്ങളോട് ചുറ്റും നോക്കുന്നു. നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണോ നോക്കുക. നിങ്ങളുടെ ചുറ്റുപാടും നോക്കുക. ഇന്ത്യൻ കമ്പനി ഉണ്ടാ? ഇല്ല. എല്ലാ ആരുടെ കൺട്രോളിലാണ്? വിദേശ കമ്പനിയുടെ കൺട്രോളിലാണ്. സോപ്പ് എടുത്ത് നോക്കുക. ഓക്കെ അല്ലേ? ഹിന്ദുസ്ഥാൻ യൂണിലിവർ അടക്കം 1000 സോപ്പ് ഉണ്ടെങ്കിൽ 2 സോപ്പ് എന്തുള്ളൂ? ഇന്ത്യക്കാരുടെ ഉള്ളൂ. ബാക്കി എല്ലാരാണ്? ഫോറിനാണ്. കോസ്മെറ്റിക് എടുത്ത് നോക്കുക. ടി വി എടുത്ത് നോക്കുക. ഓക്കെ അല്ലേ? ഇലക്ട്രോണിക്സ് എടുത്ത് നോക്കുക. എന്ത് സാധനം വേണമെങ്കിൽ എടുത്ത് നോക്കുക. എല്ലാ സാധനവും ആരുടെയാണ്? വിദേശ കമ്പനിയുടെയാണ്. ഇന്ത്യൻ കമ്പനി പൊളിഞ്ഞ? ഇന്ത്യൻ കമ്പനി പൊളിഞ്ഞു. സാർ ഇത്ര വലിയ ഹാപ്പിയാ? ആ, നിങ്ങൾ ഹാപ്പി, ഞാൻ ഹാപ്പി. എന്താ സാധനം കിട്ടുന്നുണ്ടാ? ഉണ്ട്. ആമസോണിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാധനം വരുന്നുണ്ട്. സാധനം ഓക്കെയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ഹാപ്പി, നിങ്ങൾ ഹാപ്പി, ഞാൻ ഹാപ്പി, ഞാൻ ഹാപ്പി. ഗവൺമെന്റ് ഹാപ്പി, ഗവൺമെന്റ് ഹാപ്പി. ഗവൺമെന്റ് എന്താ ഹാപ്പി? പൈസ കിട്ടിയില്ലേ? പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പൈസ ഇല്ല. 700 കോടിയല്ലേ കിട്ടുന്നത്? എന്തെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി വെക്കണ? ഇന്ത്യയുടെ ഗോൾഡ് റിസർവ് എന്തെങ്കിലും എടുത്ത് വെക്കണ? വേണ്ട. ഇന്ത്യയുടെ എന്തെങ്കിലും എഴുതി കൊടുക്കണ? വേണ്ട. എന്ത് ചെയ്താ മതി? ഈ നിയന്ത്രണം നമുക്ക് മാറ്റിയാൽ മതി. പോരെ? സർ, ഇന്ത്യ വ്യവസായി പൊളിയും. പൊളിയട്ടെ. ഓക്കെ. ഇന്ത്യൻ വ്യവസായം പൊളിഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? ഗവൺമെന്റ് ഹാപ്പി, നിങ്ങൾ ഹാപ്പി, ഞാൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഓക്കെ. അപ്പൊ ഇറക്കുമതി തീരുവയും നികുതി എന്ത് ചെയ്യും? കുറയ്ക്കും. ഇതിനു വേണ്ടി ഒപ്പോയ്ക്കും വിവോയ്ക്കും എന്ത് ചെയ്യണം? ഇന്ത്യയിൽ വന്നിട്ട് നിക്ഷേപം ആരംഭിക്കണം. അവിടെ കമ്പനി ആരംഭിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ വിദേശ നിക്ഷേപം എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈസൻസിങ് നടപടിക്രമം നീക്കം ചെയ്യണം. ഇനി ലൈസൻസ് വേണ? വേണ്ട. ആർക്കും എന്തും ഉണ്ടാക്കാം, ഇഷ്ടം പോലെ ഉണ്ടാക്കാം, ഏതിലും ഉണ്ടാക്കാം, എവിടെയും ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? ഫൈൻ. അടുത്ത എന്താ? ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ വിദേശ നിക്ഷേപകരെ നിക്ഷേപിക്കാൻ എന്ത് ചെയ്യുക? അനുവദിക്കുക. അതെന്താ? ഇപ്പൊ ഒപ്പോയും വിവോയും ഇവിടെ വന്നു വിചാരിക്കുക, അവരുടെ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി വിദേശ നിക്ഷേപം കൊണ്ടുവരല്ലേ? അപ്പൊ എല്ലാപ്പോഴും ചൈനയിൽ നിന്നും ബാങ്കിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഇന്ത്യയിൽ ബാങ്ക് വേണ്ടേ? വേണം. അപ്പൊ ഇന്ത്യയിലെ ബാങ്കിൽ എന്ത് ചെയ്യും? നിക്ഷേപിക്കാൻ പോയി. പൊതുമേഖലാ ബാങ്കാണ്. ബാങ്കിന്റെ പേര് SBI. ഓക്കെ അല്ലേ? ഞാൻ 2 മണിക്കാണ് പോയത്. അവരെന്താ പറഞ്ഞ്? ഇവിടെ ലഞ്ച് ടൈം ആണ്, ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് എന്താ മതി? കണ്ടാ മതി. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി, എന്ന് പറഞ്ഞു ലോൺ വേണമെന്ന് പറഞ്ഞു പോയി. അവരെന്ത് ചോദിച്ച്? വീടിന്റെ അടിയാധാരം ഉണ്ടാ, മുത്തച്ഛൻ ആധാർ കാർഡ് കൊണ്ടുപോവാ, ആനാ ചേർന്ന് എന്ത് ചെയ്തു? ഒരുപാട് കാര്യം പറഞ്ഞു. വേറൊരു ബാങ്ക് ഉണ്ട്. ബാങ്കിന്റെ പേരാണ് HDFC ICICI. ഞാൻ ചുമ്മാ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് മോനെ ലോണ് വേണാ, ലോണ് വേണാ എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്റെ കയ്യിൽ പേപ്പർ ഇല്ല. നോ പ്രോബ്ലം. വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാ? സൈൻ ചെയ്യിപ്പിക്കാന്ന് പറയാണ്. ആ ബാങ്കിന്റെ പേരാണ് ന്യൂ ജനറേഷൻ ബാങ്ക്, അല്ലെങ്കിൽ പുതുതലമുറ ബാങ്ക്. അപ്പൊ നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ അടുത്ത പരിപാടി, ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ ആരിടപെടും? വിദേശ നിക്ഷേപകർ ഇടപെടും. അപ്പൊ പുതിയ ബാങ്ക് ഉണ്ടാവും. ബാങ്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാ? HDFC ICICI, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്. ഇവർ വിളിക്കുന്ന പേരെന്താ? ന്യൂ ജനറേഷൻ ബാങ്ക്. എന്തിനു വേണ്ടിയിട്ടാ? വിദേശ നിക്ഷേപം കൊണ്ടുവരണ്ടേ? അതെന്ത് ചെയ്യണം? നിക്ഷേപിക്കാൻ ബാങ്ക് വേണ്ടേ? പൊതുമേഖലാ ബാങ്കിൽ പോയാൽ 100 ചോദ്യം ചോദിക്കില്ലേ? നവ ബാങ്കിൽ പോയാൽ അത്രയൊന്നും ചോദിക്കില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻ? കണ്ടീഷൻ നമ്പർ 1, വിദേശ വസ്തുക്കൾക്കായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുക? തുറന്നു കൊടുക്കുക. അപ്പൊ എന്റെ ചോദ്യം, 1991 വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അടഞ്ഞാണോ? ആണ്. തുറക്കാൻ പോവുകയാണോ? ആണ്. ആദ്യമായിട്ടാണ് കൊക്കോകോള ഇങ്ങോട്ട് വരുന്നത്? അതെ. ഓക്കെ അല്ലേ? വിപണി നിയന്ത്രണം എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക. വിപണിയിൽ നിയന്ത്രണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വിപണി നിയന്ത്രണം ഉണ്ടായിരുന്നതും ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നതും നാഷണലൈസേഷൻ, ദേശസാൽക്കരണം ഉണ്ടായിരുന്നതും ആരുടെ കാലഘട്ടത്തിലാണ്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇത്രയൊക്കെ അല്ലേ? ഇന്ത്യയിൽ വിദേശ നിക്ഷേപം നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഓക്കെ അല്ലേ? ധനകാര്യ മേഖലയിൽ ആരാണ്? ധനകാര്യ ബാങ്ക് മാത്രമേ ഉള്ളൂ? പൊതുമേഖലാ ബാങ്ക് മാത്രമേ ഉള്ളൂ? അതെ. അതല്ല, നമ്മൾ ആദ്യം ചിത്രം നോക്കിയത് എന്താണ്? എല്ലാ ബാങ്കും എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. ഓക്കെ. ഇറക്കുമതി തീരുവയും നികുതിയും കുറയ്ക്കണം. ആർക്ക് കുറയ്ക്കണം? ഫോറിൻ കമ്പനിക്ക്. ഇന്ത്യൻ കമ്പനി പൊളിയോ? ഇന്ത്യൻ കമ്പനി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൈസ കിട്ടും. എത്ര പൈസ കിട്ടും? 700 കോടി. വരവ് 700 കോടി. ഓക്കെ. എന്തെങ്കിലും പണയം വെക്കണ? വേണ്ട. ഓക്കെ. ഇന്ത്യയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. സാർ, ഈ നികുതിയൊക്കെ കുറച്ച ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനെ വരുമാനം കിട്ടുക? വീണ്ടും പൈസ വരും. ഓക്കെ അല്ലേ? എത്രയാ പൈസ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാ? തരാ. ഇതിനുവേണ്ടി നീ ആകെ ചെയ്യേണ്ട എന്താണ്?
ഇന്ത്യയുടെ സമ്പദ്ഘടനയെ മാറ്റുക. ഈ മാറ്റിയ ഈ 6 കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? NEP, നവ സാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസി. ആരാണ് ഇന്ത്യയോട് ചെയ്യാൻ പറഞ്ഞത്? ഒന്നാമത്തെ ബാങ്ക് ലോക ബാങ്ക്, രണ്ടാമത്തെ ബാങ്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് വെച്ചാൽ എന്താ? ഇന്റർനാഷണൽ ആയിട്ടുള്ള നാണയമാണ് ഉണ്ടാവുക. അപ്പൊ ഫോറിൻ കറൻസിയാണ് ഉണ്ടാവുക. അതെ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം 1991 ഫോറിൻ കറൻസി ആണോ? അതെ. എന്തുകൊണ്ടാ? എണ്ണ വാങ്ങണം, എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വില കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇതെല്ലാം ചെയ്തു. ഇതിനെയാണ് പുതിയ സാമ്പത്തിക നയം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? പുതിയ സാമ്പത്തിക നയം വിദേശ കമ്പനികളാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ വിപണി നിയന്ത്രിക്കുന്നത്. ശരിയല്ലേ? ചുറ്റുപാടും നോക്കുക, എല്ലാം എന്താണ്? വിദേശ കമ്പനികളാണ്. ഇന്ത്യൻ വ്യവസായങ്ങളും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും പരാജയപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? എവിടെ മോനെ ഇന്ത്യൻ TV? എവിടെ ഇന്ത്യൻ ലാപ്ടോപ്പ്? എവിടെ ഇന്ത്യൻ ഫോണ്? എവിടെ ഇന്ത്യൻ ഇലക്ട്രോണിക്സ്? ഓക്കെ അല്ലേ? ഇലക്ട്രോണിക്സ് മേഖല പൂർണ്ണമായിട്ടും ആരുടെ കയ്യിലാണ്? വിദേശ കമ്പനിയുടെ കയ്യിലല്ലേ? ഓക്കെ. എവിടെ ഇന്ത്യൻ സോപ്പ്? കുറച്ചല്ലേ ഉള്ളൂ. എല്ലാവരുടെ കയ്യില? വിദേശ കമ്പനിയുടെ കയ്യിലല്ലേ? പക്ഷെ ഗുണം എന്താ? ഇന്ത്യ സാമ്പത്തിക പരിസ്ഥിതി നഷ്ടപ്പെട്ടു. ആരെങ്കിലും ജപ്തി ചെയ്തുകൊണ്ടോ അതെന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഓക്കെ, ഇത്രയൊക്കെയാണോ? ഇതിനെ വിളിക്കുന്ന പേരാണ് LPG. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത്രയൊക്കെയാണോ? അതെ. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് LDCക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലെ? 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. എന്റെ ചോദ്യം, വിദേശ സഹായം പരമാവധി കുറയ്ക്കുകയാണോ വേണ്ടത്, അതോ വിദേശ സഹായം പരമാവധി കൂട്ടുകയാണോ വേണ്ടത്? പരമാവധി കൂട്ടുകയാണ്. വിദേശ സഹായം എവിടെന്നാ കിട്ടുക? ലോക ബാങ്കിൽ നിന്നും IMF നിന്നും. ഇന്ത്യയെ സ്വന്തമായി വളർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, വിദേശത്ത് കടമെടുക്കുക. ഓക്കെ അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടില്ല. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. ഇത് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പൊ ഉദാരവൽക്കരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയി പഠിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. സ്വകാര്യവൽക്കരണം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയി പഠിക്കും. ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. എന്റെ ചോദ്യം, ഇറക്കുമതി കുറയ്ക്കാനാണോ പോണത്, അതോ ഇഷ്ടംപോലെ ഇറക്കുമതിയാണ്? ഇഷ്ടംപോലെ ഇറക്കുമതിയാണ്. ഇറക്കുമതി തീരുവയുണ്ട്? അതുമില്ല. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ തദ്ദേശീയ വ്യവസായം, ഇന്ത്യൻ വ്യവസായം പൊളിയോ അതോ ഇന്ത്യൻ വ്യവസായം വിജയിക്കോ? ഇന്ത്യൻ വ്യവസായം പൊളിയും. ഓക്കെ അല്ലെ? അപ്പൊ തദ്ദേശീയ വ്യവസായം സംരക്ഷിക്കലാണോ? അല്ല. 1ഉം 4ഉം തെറ്റാണ്. ഓക്കെ അല്ലെ? 1ഉം 4ഉം ശരിയല്ല എന്നുള്ളത് ഏത് ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ? ഒരു സെക്കൻഡ് നോക്കിയിട്ട്. ഏത് ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ? 4ാമത്തെ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ D ആണ് ഇതിന്റെ ആൻസർ. ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാനുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം വരുന്ന ദിവസങ്ങളിലെ ക്ലാസ്സിൽ. ഇത്രയൊക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ഉദാരവൽക്കരണത്തിന്റെ അനന്തരഫലങ്ങളുടെ ഭാഗമായി വരുന്നത്? LDC 2021. ഓക്കെ. വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. അപ്പൊ എന്റെ ചോദ്യം, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അതെ. ആ നിയന്ത്രണം കുറയ്ക്കാനാണോ വേൾഡ് ബാങ്ക് IMF പറഞ്ഞത്? അതെ. വിപണി നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക. മാർക്കറ്റിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു? അത് കുറയ്ക്കണ്ടേ? അതെ. ഇന്ത്യയിൽ കൂടുതൽ വ്യവസായങ്ങളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുക. വിദേശ നിക്ഷേപം നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ 1991 ശേഷം അനുവദിക്കുന്നുണ്ടോ? ഉണ്ട്. 1, 2, 3 ശരിയാണോ? അതെ. ഇറക്കുമതി തീരുവയും നികുതിയും വർദ്ധിപ്പിക്കുക. ഇറക്കുമതി തീരുവയും നികുതിയും കുറയ്ക്കുകയാണോ വേണ്ടത്, കൂട്ടുകയാണോ വേണ്ടത്? കുറയ്ക്കുക. എന്നാലല്ലേ ഒപ്പോക്ക് വന്നിട്ട് മൈക്രോമാക്സിനെ പൊളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പൊളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 4 തെറ്റാണ്, 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണെന്നുള്ള ഓപ്ഷൻ എവിടെയുള്ളത്? ഓപ്ഷൻ B. ഓക്കെ അല്ലേ? 1991 പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടത് ഏതാണ് ശരി? ഓക്കെ അല്ലേ? LDC വെബ്കോ 2023. ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ വിദേശ നിക്ഷേപനെ നിക്ഷേപിക്കാൻ അനുവദിക്കുക. പുതുതലമുറ ബാങ്ക് ഉണ്ടായില്ലേ? സാർ ഒന്നും എഴുതിയിട്ടില്ല. വരും ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ പുതുതലമുറ ബാങ്ക് ഉണ്ടായില്ലേ? ഉണ്ടായി. ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ വിദേശ നിക്ഷേപം നിക്ഷേപിക്കാൻ അനുവദിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇറക്കുമതി തീരുവയിൽ കുറവ്, ഇറക്കുമതി തീരുവ കുറച്ചില്ലേ? ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നീക്കം ചെയ്തില്ലേ? ഓക്കെ അല്ലെ? 1, 2, 3 ശരി. ഏതാണ്? ഓപ്ഷൻ D. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ
എന്താ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിന്റെ PPTs എന്തെങ്കിലും വേണമെങ്കിൽ @Kiran Study Circle എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഒന്നുണ്ടാവും ഇതിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്നോട് എന്ത് ചെയ്യാം, ഡയറക്റ്റായി ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പൊ പുതിയ രീതിയിൽ എങ്ങനെയാണ് നവസാമ്പത്തിക പരിഷ്കാരം പഠിക്കുന്നത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗങ്ങളായിട്ടും പുതിയൊരു ക്ലാസ്സുമായിട്ടും ഇനി വരാമോ ദിവസങ്ങൾ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, നന്നായി പഠിക്കുക. കിരൺ. ഓക്കെ.